humanity will thrive in the end. മനുഷ്യന്റെ ഗുണം എന്തുവാടാ? ക്യാമറ കൺട്രോൾ എന്തൊരു വാർത്ത സാധനം. നീ കഷ്ടപ്പെട്ടൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. Do you really want to give it away for some free? And do you think will there be someone who's going to let it give away for free? എനിക്ക് തന്നെ അറിയാവുന്ന ഭയങ്കര ഇൻസ്റ്റഗ്രാം ബാഡീസ് ആൻഡ് ചിക്സ് ഉണ്ട്. അവളുമാര് റിയൽ ലൈഫിൽ ഡിപ്രസ്ഡ് ആണ്. യുദ്ധമില്ലാത്ത ഒരു മനുഷ്യൻ അവനെ തന്നെ യുദ്ധം ചെയ്യും. Don't you think there's a creative അല്ലെങ്കിൽ curious thing inside man which is driving him to invent more? And where is this leading to? ബോസ് ഉണ്ടാക്കി ഒരു ഇസ്രായേലോ ഇറാഖോ വോർ ഉണ്ടാക്കുക, എന്നിട്ട് ഈ വലിയ ഫോംസ് അവിടെ ചെന്നിട്ട് ഞങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ പവർ സിറ്റി, നിങ്ങളുടെ പവർ, നിങ്ങളുടെ വാട്ടർ സപ്ലൈ, നിങ്ങളുടെ ഫുഡ് ചെയിൻ എല്ലാം ഞങ്ങൾ കൺട്രോൾ തരണം. They don't have an option. AI എന്ന് പറയുന്ന ഒരു ഇന്നവിറ്റബിൾ ഒരു സൂപ്പർ ഈവിൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Evil, yeah, exactly. I can judge a person from his phone. What is the core behind humanity's need for technology and innovation? നിന്റെ അച്ഛന്റെ ബർത്ത്ഡേ എന്താ നിനക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ? ഫേസ്ബുക്കിലോ രണ്ടുപേരും വില്ലനൈസ് ചെയ്തിട്ട് ഇതാരാണ് ഈ മേളിലുള്ളത്, ഇവന്റെ എതിരെ തിരിക്കുക, ഇവന്റെ എതിരെ തിരിക്കുക, ഇവന്മാർ അടി ഉണ്ടാകട്ടെ, നമ്മൾ പൈസ അത് അത്രേ ഉള്ളു. മേളുള്ളവൻ എന്താ വിചാരിക്കും, എനിക്ക് കാശ് വേണം. ഇവന്മാരെ രണ്ടുപേർക്കും വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്ത് അവന്മാരെ എൻഗേജ് ചെയ്തിരിക്കുന്നു. iPhone 13, പിന്നെ അതിന് iPhone 14, അതിന് iPhone 15, പെട്ടെന്ന് 2 years 1 years അതിന്റെ ഇടയിൽ ഫോൺ നാട്ടുമ്പോൾ ഇമാജിൻ the impact on the environment. Imagine the wastage of materials, the wastage of human labor, just the need for another do they actually need a iPhone 14? കഴിഞ്ഞ 5 വർഷം മുന്നേ EMI ആരും കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഭയങ്കര കോമൺ അല്ല സംഭവം. ഇപ്പൊ ഫോൺ എടുക്കുവാണെങ്കിൽ കടക്കാർ പറയുന്നത് തന്നെ EMI ഉണ്ട്, നിങ്ങ വാ. If you are a young boy or a young male, you are literally fighting against a group of huge programmers and program codes. Mentally you are in a war. Alle, this is a war for your attention. കേരളത്തില് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന എന്തുവാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ 18 to 16 പ്രായത്തിൽ സെർച്ച് ചെയ്യുന്ന എന്തുവാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ 18 to 16 പ്രായത്തിൽ 16 വയസ്സുള്ള പെൺകുട്ടികൾ രാത്രി 8:30ക്കും 8:45നും കൂടുതൽ സെർച്ച് ചെയ്യുന്ന എന്താണ് ഇതുവരെ ഗൂഗിളിൽ അറിയാം. അപ്പൊ ഈ ഡേറ്റ ഉപയോഗിച്ച് ഇവൻ ഈ സമയത്ത് ഈ വീഡിയോ അയച്ചു കൊടുത്താൽ അവൻ 30 സെക്കൻഡ് കാണും. അത് കഴിഞ്ഞാൽ അവന്മാര് ഹ്യൂമൻ ബ്രെയിൻ ഡീകോഡ് ചെയ്തോടാ. അവന്മാര് ഫോൺ എടുക്കൂല. ചിലപ്പോ നീ ഇടുന്ന ഒരു റിവ്യൂ കണ്ടിട്ട് ആള് ഫോണൊന്നും എടുക്കൂല. അയാൾക്ക് പക്ഷെ അറിഞ്ഞിരിക്കണം ഇത് ആവശ്യമോ, അല്ലെ അവര് അത് അറിയുമ്പോ ഒരു ക്യൂരിയോസിറ്റി. അപ്പൊ എന്താണ് ടെക്കിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നത്? ടെക്ക് മാക്ബുക്ക് എയർ ലോകത്ത് ആദ്യമായിട്ട് സ്റ്റീവ് ജോബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റേ ലെറ്ററിന്റെ എൻവലോപ്പ് ഇല്ലേ, അതിന്റെ അകത്തു നിന്ന് എടുത്ത് കാണിച്ച് ഐ ഹാവ് എ ലെറ്റർ ഫോർ യു എന്ന് പറഞ്ഞ ലെറ്ററിന്റെ എൻവലോപ്പ് എടുത്ത് കാണിച്ച് ദി തിന്നസ്റ്റ് ലാപ്ടോപ്പ്. Dude, that shit is crazy. Has the vision of Steve Jobs for Apple died? 100% അയാൾക്ക് ആൽഗോരിതം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായി. അയാൾക്ക് ലോകത്തെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ ആലോചിച്ചു, ഒരു പൊളിറ്റിക്കൽ പാർട്ടിന്റെ അടുത്തോ ഒരു ഐഡിയോളജിയുടെ അടുത്തോ ഒരു പോയിന്റ് പോലും ക്രിട്ടിസൈസ് ചെയ്ത 100% നീ അത് യോജിക്കുന്നെങ്കിൽ ഡു യു ബിലീവ് യു ക്യാൻ ബി എ ഫ്രീ തിങ്കർ? Humans have created something more intelligent than humans itself. സെൽഫ് അവയർനെസ്, അതല്ല സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സും വരുന്ന ഒരു ലെവൽ ഓഫ് കോഡിംഗിലേക്ക് എത്തുന്നതാണ് കൊഗ്നീഷൻ ലെവൽ ഓഫ് AI. ഇപ്പൊ അത് എത്തിയിട്ടില്ല. അതാണ് ഇവരുടെ ഗോൾ. എന്താ വെച്ചാൽ AI ഡേറ്റാബേസ് എല്ലാം ഒരു ഭയങ്കര ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ട് കൺസ്യൂം ഡ്രെയിൻ ചെയ്ത് എങ്ങനെ വരിക അതിന്റെ ന്യൂറൽ ലിങ്ക്സ് ഒക്കെ. അവിടെ ഇപ്പം മറ്റേ ഷാറുഖ് ഖാനോ ആരുടെയോ പുള്ളിയുടെ ബോഡി എല്ലാം ഭയങ്കര ഫുള്ളി സ്കാൻഡ് ആണ്. ലിറ്ററലി മറ്റേ ഏതോ ഒരു 350 ക്യാമറ ചുറ്റും വെച്ച് ഓരോ ഇതും സ്കാൻ ചെയ്ത് വെച്ചേക്കുക പുള്ളി. എന്ന് വെച്ചാൽ ചത്തുപോയാലും പുള്ളീനെ വെച്ച് സിനിമ ഇറക്കാൻ പറ്റും. യെല്ലോ ബ്ലാക്ക് സ്ക്രീൻ കീപാഡിന്ന് നമ്മൾ ടച്ച് സ്ക്രീൻ വരുത്തി. എന്നിട്ട് ഇപ്പോൾ ഉള്ള ചെയ്യുമ്പോ ആ ഒരു അത്രയും ഒരു ഡ്രാസ്റ്റിക് ഇന്നോവേഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഫോണും നമ്മുടെ തോട്ടും തമ്മിൽ കണക്ഷൻ വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു 50 years അഡ്വാൻസ് ഫ്രം ദിസ് നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പൊ ന്യൂറൽ ലിങ്കും ഒരു സ്മാർട്ട് ഫോണും തമ്മിൽ കണക്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും? ടെക്നോളജി ഉണ്ടാക്കുന്ന ആൾ എന്തെങ്കിലും ഒരു മാൽഫങ്ഷൻ ചെയ്താൽ, മാൽഫങ്ഷൻ അല്ല, അവൻ നമ്മുടെ ന്യൂറൽ ലിങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റാബേസസ് അവന്റെ രീതിയിൽ കറപ്റ്റഡ് ആണെങ്കിലും ലിറ്ററലി ബിക്കം ഹിസ് പ്രൊഡക്റ്റ്. ഈ ഒരുത്ത വെള്ളം കൊണ്ട് വണ്ടി ഓടിക്കാനൊക്കെ ഉള്ള ടെക്നോളജി കണ്ടുപിടിച്ച് അവനെ കൊന്നാണ്. അവ അടുത്ത ദിവസം കൊന്നില്ല, മിസ്സിംഗ് ആയി ന്യൂസ് പേപ്പറില്. മിസ്സിംഗ് അത് ഇവിടെ പോലീസൊക്കെ ഓട്ടോമേറ്റ് ചെയ്താലേ പോലീസുകാരും വന്ന് പണ്ട് സാർ 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 പ്ലീസ് സാർ 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 രക്ഷപ്പെട്ടു സാർ അച്ഛനും അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ആസ് എ ടെക് യൂട്യൂബർ എനിക്ക് പറയാനുള്ള ടേക്ക് എ ബ്രേക്ക് ഫ്രം ടെക്. ടെക്കിന് വേണ്ടി
അല്ല മനുഷ്യനുണ്ടാക്കിയത്. മനുഷ്യന് വേണ്ടിയാണ് Tech ടെക് ഉണ്ടാക്കിയത്. വെൽക്കം ബാക്ക് ടു ദ പോഡ്കാസ്റ്റ് ഗൈസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടെക് യൂട്യൂബർ ശ്രീ വിഘ്നേഷ്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചുമ്മാ ടെക്കും അതിന്റെ സ്പെസിഫിക്സും ക്യാമറയുടെ സൈസും അതൊന്നുമല്ല. Totally different. Today we'll be talking about the philosophy behind technology. So ഞാൻ ഇന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഒരു 10 ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് കൊണ്ടാണ്. അതുകൊണ്ട് നിനക്ക് ക്യാമറേന്റെ പവറും അല്ലെ പോർട്ടിന്റെ വ്യത്യാസവും പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. മനസ്സിലായോ? Okay guys, deep into philosophy. See, എനിക്ക് ഇതുപോലത്തെ കോൺവെർസേഷൻസ് ഇഷ്ടമാണ്. കാരണം സ്പെക്സും സ്പെസിഫിക്സും ഒക്കെ ഒറ്റ പോയിന്റ് എത്തുമ്പോൾ ബോറിംഗ് ആവും. So it's good to change it a bit. So let's go with the first question. Okay. How do you think technology shapes our self-identity? Technology shapes our self-identity. See, അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. സെൽഫ് ഐഡന്റിറ്റി എന്ന് നീ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ ഒരു ക്യാരക്ടർ ഹി ഷോയിങ് ഔട്ട്വേർഡ് ടു ദ സൊസൈറ്റി ആണോ? എടാ അങ്ങനെ വെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ സെൽഫ് എന്ന് വെച്ചാൽ ഞാൻ എന്റെ ബിഹേവിയർ, എന്റെ ആക്ഷൻസ് ടുവേർഡ്സ് അതേഴ്സ്, ഹൗ ഐ ഡ്രസ് മൈ സെൽഫ്, അതൊക്കെയാണ് നമ്മുടെ സെൽഫ്. പക്ഷെ ഇന്നത്തെ കാലത്ത് എടുത്ത് നോക്കിയാൽ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഇപ്പൊ എത്ര പേരിനെ അറിയാം. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് നോക്കുമ്പോ സീൻ ഇതാണ് അതാണ്. അപ്പൊ നീ നിന്റെ മൈൻഡിൽ അവന്റെ ഒരു പെർസോണ ഉണ്ടാക്കും. ഇവൻ നല്ലൊരു സാധനം, ഇവന്റെ ലൈഫ് ഇങ്ങനെയാണ്, ഇവ റിച്ചാണ്, ഇവന് കുറെ പെണ്ണുങ്ങളുണ്ട്. പക്ഷെ ആക്ച്വാലിറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് യു ഫീൽ ലൈക്ക് യു നോ ഹിംസെൽഫ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി റീഫ്രൈസ് ചെയ്ത ദ സോഷ്യൽ മീഡിയ പേഴ്സൺ വേഴ്സസ് റിയൽ ലൈഫ് പേഴ്സൺ. ഓക്കെ, അങ്ങനെ ഇറ്റ്സ് ആക്ച്വലി എ വെരി ഫണ്ണി ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ സംഭവം, ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. ഐ എം എ വെരി ലോ കീ പേഴ്സൺ ഓൺ ഇൻസ്റ്റാഗ്രാം. 0 പോസ്റ്റ്, നീ ഒന്ന് ഒറ്റ പോസ്റ്റ്, അതും കൊളാബറേഷൻ എന്തുവാ. ഞാൻ എന്റെ ഡെയിലിയുടെ ലൈഫ്സും കാര്യങ്ങളും ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഇടത്തില്ല. പക്ഷേ ആസ് ദ സെയിം ടൈം എന്റെ അടുത്ത് ആസ് എ യൂട്യൂബർ 20K ഫോളോവേഴ്സ് അടുപ്പിച്ചുള്ള യൂട്യൂബർ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുള്ളത്, ബ്രോ വൈ ഈസ് യുവർ ഇൻസ്റ്റാഗ്രാം സോ ഡ്രൈ? ഇൻസ്റ്റാഗ്രാമിൽ എന്താ ഒന്നും ചെയ്യാത്ത? എനിക്ക് ഇങ്ങനെ മെസ്സേജ് DMs അയച്ചിട്ടുണ്ട്. ബ്രോ ടെക് സ്റ്റോറി ഇടുമ്പോ എന്നെ കൂടെ ഒന്ന് ടാഗ് ചെയ്യണേ, കാരണം ബ്രോയിന്റെ ഫസ്റ്റ് ടെക് സ്റ്റോറിയിൽ ഇരിക്കും കാരണം എന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനത്തെ ആൾക്കാർ വരെ ഉണ്ട്. ഹൗ ടെക്നോളജി ആസ് ദ പവർ ഓർ പ്രൊട്യൂട്സ്, അല്ലെ അയാളുടെ ഒരു ക്യാരക്ടറിനെ ഷോക്കേസ് ചെയ്യുന്നത് ഈ നമ്മുടെ കാലഘട്ടത്ത് ഭയങ്കര വ്യത്യാസമാണ് റിയൽ ലൈഫ് വെച്ച് നോക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ ടെക്നോളജി കൊണ്ടുവരുമ്പം, ഫോർ എക്സാമ്പിൾ ഗൂഗിളിന്റെ ഇത് തന്നെ എടുക്കാം. കറുത്തിരിക്കുന്നവനെ വെളുപ്പാക്കും, മൂക്കിലില്ലാത്തവനെ പുട്ടി അടിച്ച് തന്നെ കണക്കാക്കും, പൂച്ചക്കൊണ്ടുള്ളവന്മാരെ ചുവന്ന കണ്ണാക്കാൻ വരെയുള്ള ടെക്നോളജി ഉണ്ട്. സോ ഇതിനൊന്നും ഒരിക്കലും റെഗുലേഷൻ വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ദ സോഷ്യൽ മീഡിയ പേഴ്സൺ വേഴ്സസ് ആക്ച്വൽ പേഴ്സൺ ഇസ് വെരി ഡിഫറെന്റ്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ പീപ്പിൾ 95% ഓഫ് ദ ടൈം ഓൺലി പോസ്റ്റ് പോസിറ്റീവ് ഷിറ്റ്. എനിക്ക് തന്നെ അറിയാവുന്ന ഭയങ്കര ഇൻസ്റ്റഗ്രാം ബാഡീസ് ആൻഡ് ചിക്സ് ഉണ്ട്. അവളുമാര് റിയൽ ലൈഫിൽ ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കരയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള, ഇൻ റിയൽ വേൾഡ് ഐ തിങ്ക് യു ഷുഡ് ടേക്ക് യുവർ ടൈം ബാക്ക്. ഇച്ചിരി ടെക്നോളജി ഒന്ന് മാറി നിൽക്കണം. കാരണം ടൂ മച്ച് ഓഫ് സത്യം നിനക്കറിയാതെ എനിക്ക് ഞാൻ ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ ഭയങ്കര വീക്കാണ്. കുറച്ച് സമയം നമ്മൾ ടെക്നോളജി മാറിയിരിക്കണം, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ. ഞാൻ എന്റെ ലൈഫിൽ ഒരു ഇമ്പാക്ട് വരുത്തിയ സംഭവം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ഞാൻ ഡെയിലി 2 hours റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഫോണില്. അപ്പം ലിറ്ററലി എന്റെ ഫോൺ ഇങ്ങനെ എടുക്കുമ്പം, നീ ഗാണ്ടുപാട് 2 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിച്ച്, ഇനി ഉപയോഗിച്ചാൽ നീ വേണോ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു തരും. അങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്നതിനെ എന്നെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ഇത് എല്ലാ റീൽസും എല്ലാ ചക്കയിരുന്ന് കാണുമ്പോ അവനെ ബെൻസ്, അവന്റെ കൂടെ നിൽക്കുന്ന ചിക്കിനെ കണ്ട എടേ, അവൻ ഈ കാർ ഡ്രൈവ് ചെയ്യുന്നത്. അതെ അത് തന്നെയാ പറയണേ. It is only showing the perfect version of you. Or people only try to show the perfect version of you. More like a LinkedIn ആയി വരുമോ? മറ്റേ ഡേറ്റിന് ഉപയോഗിക്കുന്ന ഒരു LinkedIn പോലെ. കാരണം നിങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡും സോഷ്യൽ മീഡിയയിൽ ആരും പോസ്റ്റ് ചെയ്യത്തില്ല. എടാ, ലൈക് സോഷ്യൽ മീഡിയ മാത്രമല്ല ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇറ്റ് ഗോസ് ബിയോണ്ട്. ഒരാളിപ്പോ ഒരു ആപ്പിൾ വാച്ച് ഇടുമ്പോ, അല്ലെങ്കിൽ ഒരാള് ആപ്പിൾ ഫോൺ മേടിക്കുമ്പോ, അല്ലെങ്കിൽ ഒരാള് മറ്റേ നത്തിങ്ങിന്റെ, ഇപ്പൊ ഞാൻ നത്തിങ്ങിന്റെ ഫോൺ ഉപയോഗിക്കുന്നത്, അത് ഞാൻ ആക്ച്വലി അതിന്റെ കറക്റ്റ് സ്പെസിഫിക് അതിന്റെ മറ്റേ 2 ക്യാമറ അതൊന്നും നോക്കിയിട്ടല്ല മേടിച്ചത്. ഞാൻ കാര്യം പറയട്ടെ, ഐ ക്യാൻ ജഡ്ജ് എ പേഴ്സൺ
ഫ്രം എ സ്പോട്ട് അപ് ടു എ പോയിന്റ്. അത് ഞാൻ അത്യാവശ്യം ഒരു ടെക്കി ആയതുകൊണ്ടായിരിക്കും. ഞാനിപ്പോ ഒരു ആവറേജ് ഒരു വൈൽഡ് ഗസ് പറയാം. എന്റെ ചേട്ടൻ മെക്കാനിക്കൽ വാച്ചസിനൊന്നും ഇടുന്ന ഒരാളല്ല. പക്ഷെ മച്ചാന് പൈസ ഒന്നും ഇല്ല, ബ്രോക്കിയാണ്. പക്ഷെ മച്ചാൻ ഒരു ആപ്പിൾ വാച്ച് ഒക്കെ മേടിച്ച് ഫ്ലെക്സിങ് ആപ്പിൾ വാച്ച് കണ്ടോ. ദാറ്റ് ഇസ് ഇന്റർട്വൈൻഡ് വിത്ത് യുവർ ഐഡന്റിറ്റി അല്ലേ. നീ ഒരു ആപ്പിൾ വാച്ച് ഇടുമ്പോൾ യു പൊട്രേ സർട്ടൻ ടൈപ്പ് ഓഫ് ബിഹേവിയർ. നീ ഒരു ഇങ്ങനത്തെ ടൈപ്പ് പേഴ്സൺ ആണ്. നീ ഇപ്പൊ ഓട്ടോമാറ്റിക് വാച്ച് നീ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പേഴ്സൺ ആണ്. എടാ അതിന്റെ ഏറ്റവും വലിയ ഇതെന്താ അറിയോ, സോഷ്യൽ മീഡിയയിൽ എന്റെ വീഡിയോസിന്റെ താഴെ തന്നെ കമന്റ്, ഇപ്പൊ ഞാൻ വിവോനെ കുറിച്ച് കുറ്റം പറഞ്ഞ വിവോ ഫാൻ ബേസിനെ കൊള്ളും. ലൈക്ക് വിവോ അതേ ആപ്പിളിനെ കുറിച്ച് കുറ്റം പറഞ്ഞ ആപ്പിൾ ഷീപ്പിനെ കൊള്ളും. അവന്മാർക്ക് ഹാർട്ട് ബ്രേക്ക് ആണ്. എടാ ലിറ്ററലി പീപ്പിൾ വോണ്ട് ടു അസോസിയേറ്റ് വിത്ത് ബ്രാൻഡ്സ് ദാറ്റ് ദേ ഫീൽ ലൈക്ക് അവർ ഐഡന്റിറ്റിയുടെ ഭാഗമാകാൻ പറ്റും. അതുകൊണ്ടല്ലേ ആപ്പിൾ സത്യം പറഞ്ഞാൽ എന്ത് വലിയ ഹൈപ്പൊന്നും ഇല്ല. എന്നാലും ആപ്പിൾ ഐഫോൺ മേടിച്ചാ നീ കിടിലം റിച്ച്. അതേപോലെ സാംസങ്ങും പിക്സലൊക്കെ ഉപയോഗിക്കുന്നവരെ നീ ശ്രദ്ധിച്ചാൽ മതി. ഗൂഗിളിലെ പിക്സൽ അവന് ഇച്ചിരി ടെക്കിനെ കുറിച്ചൊക്കെ അറിയാം. ഗൂഗിളിലെ പിക്സലൊക്കെ ഉപയോഗിക്കുന്ന റെയർ മനുഷ്യന്മാരാ. അതേപോലെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് ആയാലും വാച്ചിനായാലും എല്ലാത്തിനും ടെക്ക് മാത്രമല്ല, എല്ലാത്തിനും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. എവറി പർച്ചേസ് യു മേക്ക്, ഐ ബിലീവ് ദാറ്റ് എവറി പർച്ചേസ് അബവ് 50,000 യു മേക്ക് റിഫ്ലെക്ട്സ് യുവർ പേഴ്സണാലിറ്റി. എടാ ഞാനിത് ആക്ച്വലി ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിനെ കുറിച്ച് കുറച്ച് പഠിച്ചായിരുന്നു. അപ്പൊ ബ്രാൻഡ് ബിൽഡിങ്ങിൽ തന്നെ നമ്മുടെ ഒരു ഇന്നർ ഒരു സംഭവം ഉണ്ട്, ട്രൈബലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. വി ബിലോങ് ടു സംതിങ്. ഹ്യൂമൻസ് ഓൾവേസ് വാണ്ട് ടു ബിലോങ് ടു എ പർട്ടിക്കുലർ ട്രൈബ്. ആപ്പിൾ ഇറ്റ് നോട്ട് എല്ലാത്തിലും ആപ്പിൾ ഷൂ കമ്പനി എവറിത്തിങ് ദേ വാണ്ട് ടു ബിലോങ് ടു സംതിങ് who have the same minds. They want to be part of something bigger than themselves. Part of the cult ആവണം. എന്നിട്ട് ആ കൾട്ടിനെ കുറിച്ച് ആരെയും തെറ്റ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്പിൾ കൊള്ളൂലെന്ന് പറഞ്ഞാൽ ഉടനെ അതൊരു ട്രൈബലിസം ആണ്. നീ ഒരു ട്രൈബ് ആകുമ്പോ എന്ത് ട്രൈബ് തെറ്റാണോ അത് തെറ്റാണോ, ലൈക്ക് ദേ വോണ്ട് ആ ഒരു, ആൻഡ് ദ ബ്രാൻഡ്സ് thrive on that അല്ലേ. They get much attention and much recurring revenue to അവർക്ക് ഇങ്ങനെ ഓരോ ട്രൈബൽ. So that is always ആ ട്രൈബലിസം ആക്ച്വലി ഒരു മാർക്കറ്റിംഗ് സ്റ്റാൻഡ് പോയിന്റ് നോക്കുമ്പോൾ ബ്രാൻഡ്സ് അത് ബിൽഡ് ചെയ്യാൻ, ഒരു കൾട്ട് ഫോളോയിങ് ബിൽഡ് ചെയ്യാൻ എന്തോരം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ. ഇപ്പൊ നത്തിക്കാണെങ്കിൽ പോലും, നത്തിങ്ങിന്റെ ഇനീഷ്യൽ ഡേയ്സിൽ നിനക്കറിയാം, നീ കാൾപേയുടെ പ്രൊഡക്റ്റ് ആയിട്ടല്ലേ സത്യം. അതെ, കാൾപേ എന്ന് പറയുന്ന ഒരു ഫാൻ ഫോളോയിങ് ഒരു കൾട്ടാണ്. അതേപോലെ തന്നെ ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പം എന്തുവാ ഏറ്റവും നല്ല ക്യാമറാസിൽ ഒന്നാണ് പാനസോണിക്കിന്റെ ലൂമിക്സ്. ഇൻ പേപ്പർ പറയുകയാണെങ്കിലും അവരുടെ കളേഴ്സും കാലിബ്രേഷനും അതും ഇതും എല്ലാം ഭയങ്കര ടു ദ പോയിന്റ് അടിപൊളി. ലൂമിക്സിന്റെ 6K ഓപ്പൺ ഗേറ്റ് റോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ലൂമിക്സിനകത്ത് ആറി ലോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതെന്നൊക്കെ പറഞ്ഞാൽ സിനിമ വേൾഡിൽ ഭയങ്കര വലിയ സംഭവമാണ്. ദേ ഡോണ്ട് ഹാവ് എ കൾട്ട്, ദേ ഡോണ്ട് ഹാവ് എ ഫേസ്, ദേ ഡോണ്ട് അസോസിയേറ്റ് വിത്ത് എ ഫീലിംഗ് ഓർ ഇമോഷൻ. അതാണ് ലൂമിക്സിന്റെ ഫെയിലിയറിന് ഏറ്റവും പറ്റിയ. പക്ഷെ അതേസമയം നീ കാനൺ എടുത്ത് നോക്കുക, അല്ലെ സോണി എടുത്ത് നോക്കുക. കാനൺ ആദ്യം എന്തോ ചെയ്തത്, കാനഡയിലും ത്രൂ ഔട്ട് ദ വേൾഡ് വളർന്നു വന്നൊരു ഫേസ് ആണ് പീറ്റർ മിക്കിന്റെ. നിനക്കറിയോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. അങ്ങനെ പിടിച്ച അതിന്റെ അംബാസിഡർ ഒക്കെ ആക്കി കാനഡയുടെ. അയാൾ ഇപ്പൊ റെഡ് ബുളിന്റെ കൂടെ. പീറ്റർ മിക്കിൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ഒരു ഐഡിയോളജി ഉള്ള പുള്ളി. ഒരു കൺട്രി മ്യൂസിക് ലവ് ചെയ്യുന്നു, ലോങ് ഹെയർസ്, ടാറ്റു, സിഗാർസ്, മറ്റേ ഹാറ്റ് ഒക്കെ വെച്ച് ആ ഒരു മനുഷ്യനായിട്ട് അസോസിയേറ്റ്. ഇപ്പൊ കാനഡക്ക് ഒരു കൂൾ ബോയ് കൾട്ടാ. സോണിക്കും അതേപോലെ തന്നെ പീറ്റർ ലിങ്കാർഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു കൾട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് ഭയങ്കര ഇതാ. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പീപ്പിൾ വോണ്ട് ടു ബിലോങ് ടു സംതിങ് ദാറ്റ്സ് ബിഗർ ദാൻ ദം. അതെ. Let's go to the second question. How do you feel about the concept of planned obsolescence in technology? പ്ലാൻഡ് ഒബ്സലസൻസ് ഒന്ന് എന്താണെന്ന് നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞു. പ്ലാൻഡ് ഒബ്സലസൻസ് എന്ന് നീ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഒരു സമയം കഴിഞ്ഞപ്പോ നശിച്ചു പോകണം. എന്ന് വെച്ചാൽ മനഃപൂർവ്വം അവര് ഒരു 5 years 4 years കഴിഞ്ഞ് ചീത്ത ആവണം, എന്നാലേ അതിന്റെ അടുത്ത ഐഫോൺ 13 പുതിയൊരു ഐഫോൺ 14 അപ്ഡേറ്റ് ചെയ്യണേല് അതിന്റെ OS ഒക്കെ ചിലത് ഉപയോഗിക്കാൻ പറ്റൂല, അല്ലെ പോർട്ട് മാറ്റും. അപ്പൊ പഴയ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാവും. നമുക്കിപ്പോ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ടപ്പർ വെയർ എന്ന കമ്പനി കേട്ടിട്ടില്ലേ? അത് ബാങ്ക്രപ്റ്റ് ആയി. ഇറ്റ് വാസ് ബിക്കോസ് അവരുടെ പ്രോഡക്റ്റ് അത്രയും ഗുഡ് ആയിരുന്നു, അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് അവർക്ക് സെയിൽസ് ഇല്ല. ഒരു പ്രാവശ്യം പ്രോഡക്റ്റ് മേടിച്ച ഒന്നും കൂടെ മേടിക്കൂല. സോ ദിസ് തിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജിക്കാർ ഇങ്ങനെ പ്ലാൻഡ് ഒബ്സലസൻസിന് വേണ്ടിയിട്ട് അവരുടെ പ്രോഡക്റ്റ് ടൈം കൊണ്ട് ഡീറ്റോറിയേറ്റ് ആവുന്ന രീതിയിൽ ഉണ്ടാക്കും. പക്ഷെ അത് കാരണം തന്നെ നമ്മുടെ കൂടുതൽ ഈ കൺസ്യൂമറിസം കാരണം ആൾക്കാർ ഐഫോൺ 13, പിന്നെ അത് കഴിഞ്ഞ് ഐഫോൺ 14, അത് കഴിഞ്ഞ് ഐഫോൺ 15, പെട്ടെന്ന് 2 years 1 year അതിന്റെ ഇടയിൽ ഫോൺ നാട്ടുമ്പോൾ ഇമാജിൻ
the impact on the environment. Imagine the wastage of materials, the wastage of human labor, just the need for another do they actually need a iPhone 14? അല്ലെ നിനക്ക് ഐഫോൺ 13 14 അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിനക്ക് ആക്ച്വലി അത് ആവശ്യമുണ്ടോ? എടാ ആദ്യത്തെ എനിക്ക് പ്ലാന്റ് ഒബ്സൊലസൻസ് എന്ന് പറയുന്ന ഓൺലി ആൻ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ക്യാൻ ഡു ദാറ്റ്. ഒരു ഗ്രോയിങ് ബ്രാൻഡ്സോ അല്ലെങ്കിൽ ട്രൈങ് ഹാർഡ് ടു ഗെറ്റ് ഇൻ ടു ദ മാർക്കറ്റ്, അങ്ങനെ ഒരു ബ്രാൻഡ്സിന് എനിക്ക് തോന്നുന്നില്ല ഒരു ഉണ്ടാവുന്നത്. ഒരു മാർക്കറ്റ് ലീഡർ അങ്ങനത്തെ ബ്രാൻഡ്സിനൊക്കെ ഒരു എപ്പോഴും പ്ലാന്റ് ഒബ്സൊലസൻസ് പ്ലാൻ ചെയ്യാൻ പറ്റൂ. കാരണം ഇഫ് ദേ മേക്ക് ദർ പ്രൊഡക്റ്റ് ടു ഗുഡ് it will have a bad impact. നീ ഇപ്പോഴും ശ്രദ്ധിച്ചോ, ഐഫോണിന്റെ ക്ലാസിക് കളിച്ചിനകത്ത് 5S അല്ലേ SE, എന്തൊരു ഫോണായിരുന്നത്. എന്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ ദീപകിന്റെ ഇപ്പോഴും ഉണ്ട്. ദീപക് ഇപ്പോഴും സെക്കൻഡറി ഫോൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഐഫോൺ 5S അത് സീൻ ഫോണാണ്. സീൻ ഫോൺ എന്നൊക്കെ പറഞ്ഞാ ഭയങ്കര ഇതാ. അതേ സമയത്ത് ആപ്പിൾ റൈറ്റ് നോ അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റി. പക്ഷേ they have made a big mistake. അവർ ഈ ചെറിയ ചെറിയ എസ്തെറ്റിക് ഡിഫറൻസസ് ഒക്കെ കൊണ്ടുവന്ന് കൺസ്യൂമേഴ്സിനെ പറ്റിക്കാൻ നോക്കും, ഇത് പുതിയതാന്ന്. ആൻഡ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഐഫോൺ 16 ഇൻ ജനറൽ ഞാൻ പറയാ ദേ ഹാഡ് ദ ലീസ്റ്റ് സെയിൽസ് ഇൻ ലൈക്ക് past 5 years. ഭയങ്കര സെയിൽസ് ആയിരുന്നു. ടു ദ പോയിന്റ് അവരൊരു പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വന്നു. കാരണം പ്ലാന്റ് ഒബ്സൊലസൻസ് ഇസ് ഗുഡ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം കൺസ്യൂമേഴ്സ് പുതിയൊരു സാധനം വേണ്ടി കൺസ്യൂമേഴ്സ് ആർ റൈറ്റ് നോ വെരി നോളജബിൾ. ടെക് വേൾഡ് എസ്പെഷ്യലി നീ നോക്കുവാണെങ്കിൽ ഇത്രയും ടെക് ഗുരൂസ്, ഇത്രയും ടെക് റിവ്യൂസ്, അതിനകത്ത് കുറെ പേര് കാശ് മേടിച്ചിട്ടാ പറയുന്നത്. കാരണം എനിക്കറിയാം, എനിക്കൊരു 20,000 സബ്സ്ക്രൈബർ ഫോളോയിങ് തന്നെ വന്നപ്പോ എനിക്ക് എന്തോരം പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്റെ മെയിൽ എടുത്ത് നോക്കി എനിക്കറിയാം എന്തോരം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് യു ഗൈസ് നോ മോസ്റ്റ് ഓഫ് ദ ടെക് യൂട്യൂബേഴ്സ് അവിടെ കാശ് മേടിച്ചിട്ടാ സത്യം. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് പ്ലാന്റ് ഒബ്സൊലസൻസ്. എടാ അത് ആക്ച്വലി എല്ലാരും ചെയ്യുന്ന ഒരു സംഭവമാണോ? സാംസങ് പണ്ടത്തെ ഫോൺസ് എടുത്തു നോക്കിയാൽ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ ഫോൺ പുതിയതായി മേടിക്കുന്ന ഫ്രീക്വൻസി ഭയങ്കര. പണ്ട് ആൾക്കാർ 5 years വെയിറ്റ് ചെയ്യുമായിരുന്നു, ഇനിയിപ്പോ 4 years, 3 years, 2 years, 1 year, 6 months. 6 months ഫോൺ മാറ്റുന്ന ആൾക്കാർ. ഇറ്റ് ഈസ് എ റിയൽ തിങ്. പക്ഷെ ദേ ഹാവ് ടു ഡയൽ ഇൻ ആ സ്വീറ്റ് സ്പോട്ട് എത്തണം. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ന്യൂ ഇനഫ് ദാറ്റ് പീപ്പിൾ ഷുഡ് ബൈ. പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ന്യൂ ഇനഫ് ആയിരിക്കണം, പീപ്പിൾ ഷുഡ് ബൈ, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ലാസ്റ്റ് വെരി ലോങ്. ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ പ്ലാന്റ് ഒബ്സൊലസൻസ് നമുക്ക് കൂടുതലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിലൊക്കെ കൂടെ കാണാൻ പറ്റും. അതിനകത്ത് വീണ്ടും ഞാൻ ആപ്പിളിനെ കോട്ട് ചെയ്യുന്ന എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐഫോണിനകത്ത് ഒരുപാട് ഐഫോണിനകത്ത് ഹാർഡ്വെയർ കേപ്പബിലിറ്റി ഉണ്ട്, പക്ഷെ സോഫ്റ്റ്വെയർ വെച്ച് അവർ ഓൾഡർ ജനറേഷൻ ഓഫ് ഐഫോൺസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ബിക്കോസ് ദേ വോണ്ട് പീപ്പിൾ ടു അപ്ഗ്രേഡ്. അതായിരിക്കും. ഈ പ്ലാന്റ് ഒബ്സൊലസൻസ് റിയൽ ആണോ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ മദർ ബോർഡിന്റെ ക്വാളിറ്റി ഒക്കെ പണ്ട് 10 കൊല്ലം നിൽക്കുന്ന സാധനം ഇപ്പം 3 കൊല്ലം നിൽക്കുമ്പോൾ അടിച്ചു പോവാ. ഇപ്പം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരെ വീഴുക. അത് ഭയങ്കര ടോക്സിക്. കാരണം കൺസ്യൂമേഴ്സിനെ പുതിയ ഫോൺ എടുപ്പിക്കാൻ പ്രേരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്ലാന്റ് ഒബ്സൊലസൻസ് ആയിക്കോട്ടെ, EMI ആണല്ലോ. കഴിഞ്ഞ 5 വർഷം മുന്നേ EMI ആരും കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഭയങ്കര കോമൺ അല്ലാത്ത സംഭവം. ഇപ്പൊ ഫോൺ എടുക്കുവാണെങ്കിൽ കടക്കാർ പറയുന്നത് തന്നെ EMI ഉണ്ട്, നിങ്ങ വാ. ആ ഒരു സംഭവം EMI, പ്ലാന്റ് ഒബ്സൊലസൻസ്, സോഫ്റ്റ്വെയർ റെസ്ട്രിക്ഷൻ, ഇതെല്ലാം ഫോൺ എടുക്കാൻ വേണ്ടി ലോൺ ആടാ. ഐ ഡോണ്ട് നോ ഗൈസ്. അതും ഞാൻ പറയുമ്പോ ഔട്ട് ദെയർ നിങ്ങളിപ്പോ മീഡിയ പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരു ഭയങ്കര കിടിലൻ ക്യാമറ ഫോൺ വേണമെങ്കിൽ മോർ ജസ്റ്റിഫയബിൾ ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഫോണിന്റെ വീഡിയോ എടുക്കാം, ഷൂട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, കട്ട് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അല്ലാതെ ചുമ്മാ വേറെ പട്ടിശൊക്കെ കാണിക്കാൻ വേണ്ടി EMI ഇട്ട് എടുക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ഐഫോൺ ഉണ്ട്, പെട്രോൾ അടിക്കാൻ. അതെ ആ അവസ്ഥയാ സത്യം. ആ ഒരു പ്രൈം മിസ്റ്റേക്ക് ഞാനും ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പൊങ്ങ വെക്കാത്തൊരു ബൈക്ക് ഞാൻ വാങ്ങിച്ചു. അതെ. അതുകൊണ്ട് പ്ലാന്റ് ഒബ്സൊലസൻസ് ഈസ് റെയർ, ഈസ് ദെയർ, ആൻഡ് അത് മോർ ദാൻ എവർ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എസ്തെറ്റിക് ക്വാളിറ്റിയിലല്ലാതെ ഫോൺസിന്റെ ഹാർഡ്വെയറിലും ഇന്നർ ഹാർഡ്വെയർസിലും ചിപ്പ് ക്വാളിറ്റിയിലും അവരുടെ കണ്ടൻസർ ബോർഡിലും അങ്ങനത്തെ ഇൻസൈഡ് ദ പ്രൊഡക്റ്റ് ഒരുപാട് ലാസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെന്ന് ഫേംലി ബിലീവ് ചെയ്യുന്ന ഒരു ടെക് യൂട്യൂബറാണ് ഞാൻ. കാരണം എന്തോ അറിയത്തില്ല, പണ്ടൊക്കെ ലിറ്ററലി 5 years ഒക്കെ നോ ബ്രെയിനർ ഡീൽ ആണെങ്കിൽ ഇപ്പൊ ഒരു 2 years കഴിഞ്ഞാൽ അപ്ഗ്രേഡിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. അതിന് വേറൊരു സംഭവം ഈ പ്ലാന്റ് ഒബ്സൊലസൻസും EMI ഓപ്ഷൻസും അതേപോലെ തന്നെ മാസ് മാർക്കറ്റിംഗും they are feeding in our brain that you need the shit that you really don't need.
Capitalism is fucked up. Like evil sides ഉണ്ടല്ലേ പിന്നെ capitalism. ഉറപ്പായിട്ടും Like this planned obsolescence is one of it. ഉറപ്പായിട്ടും. എടാ, let's go to the third question. Sure. This question is a fucked up one. Who controls the algorithm? ആരാണ് ആൽഗോറിതം കൺട്രോൾ ചെയ്യുന്നത്? Is it you or is it the algorithm? അത് ഇച്ചിരി ഡീപ് ക്വസ്റ്റ്യനാ. ഇതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ആൽഗോറിതം ഞാൻ വിശ്വസിക്കുന്ന എന്നെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആയിരിക്കണം, എന്റെ നീഡ്സിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആയിരിക്കണം. പക്ഷെ അതേസമയം വേറൊരു ഈവിൾ സൈഡ് എന്ന് വെച്ചാൽ ഇഫ് ഹയർ അതോറിറ്റി വോണ്ട് ടു കൺട്രോൾ അസ്, അവർക്ക് ആൽഗോറിതം യൂസ് ചെയ്യാൻ പറ്റും. എടാ ഒരു സെക്കൻഡ്, ഞാൻ പക്ക ടെക് ന്യൂബി ആയതുകൊണ്ട് ചോദിക്കുക, ഈ ആൽഗോറിതം എന്ന സംഭവം ഈ യൂട്യൂബ്, ലെറ്റ്സ് ടേക്ക് യൂട്യൂബ്, ഈ യൂട്യൂബ് ആൽഗോറിതം ഒരു സെറ്റ് ഓഫ് കോഡ്സ് വിച്ച് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻസ് ബിഹേവിയർ, അങ്ങനെയാണോ? അതും മാനുവലി ഹ്യൂമൻസ് കോഡ് അടിച്ച് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സെറ്റ് ഓഫ് കോഡ്സിനെയാണോ ആൽഗോറിതം എന്ന് പറയുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊരു വാട്ട് ഇസ് എ ന്യൂറൽ ലിങ്ക് എന്ന് ഞാൻ പറയാം. ന്യൂറൽ ലിങ്ക്, ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺസ് ഉണ്ടല്ലോ. ഇറ്റ് ഇസ് കറക്റ്റഡ് ടു എ സെൻട്രൽ തിങ്. അതിനകത്ത് ഒരുപാട് ന്യൂറോൺസും കുറെ സെനാപ്റ്റിക് റെസ്പോൺസസ് കാരണമാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പം ഒരു ചെയിൻ ഓഫ് ഡേറ്റ പോയിന്റ്സാ. ഡേറ്റ പോയിന്റ്സ് കണക്റ്റഡ് ടു എ ഡേറ്റ സെന്റർ. അപ്പൊ നമ്മുടെ നീഡ്സ് റിക്വയർമെന്റ്സും അനുസരിച്ച് നമ്മുടെ ബിഹേവിയേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് വേണ്ട ഡിസയർഡ് ഔട്ട്പുട്ട് തരുന്നതാണ് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലത്തെ ഒരു സംഭവം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് ഗിവിംഗ് യു ദ ഡേറ്റ ദാറ്റ് യു നീഡ്. അങ്ങനെ ഇത് ഒരു പ്രോഗ്രാമേഴ്സ് ഇരുന്ന് കോഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. എനിക്കത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ടോ? അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടോ? എടാ അതൊരു ഡീപ്പ് ലെവലിൽ പോകുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ഓൾ ഗെയിം ഓഫ് ഡേറ്റ. ഇപ്പം ഏറ്റവും വലിയ കമ്പനി ഗൂഗിൾ ആയതുകൊണ്ട് ഗൂഗിളാന്ന് കാരണം പറയാം, ദേ ഹാവ് ദ ബിഗസ്റ്റ് ഡേറ്റ. അപ്പം ഡേറ്റ ഇൻ എ സെൻസ് ഹ്യൂമൻ ബിഹേവിയറൽ ഡേറ്റ ത്രൂ ദ മൊബൈൽ ഫോൺ യൂസേജ്. ഞാനിപ്പോ എന്റെ മൊബൈൽ ഫോൺ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു, ഞാൻ എന്തൊക്കെയാ സെർച്ച് ചെയ്യുന്നത്, അല്ലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന എന്തുവാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ 18-16 പ്രായത്തിൽ സെർച്ച് ചെയ്യുന്ന എന്തുവാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ 18-16 പ്രായത്തിൽ 16 വയസ്സുള്ള പെൺകുട്ടികൾ രാത്രി 8:30-ക്കും 8:45-നും കൂടുതൽ സെർച്ച് ചെയ്യുന്ന എന്താണ് ഇതുവരെ ഗൂഗിളിന് അറിയാം. നീ അതാലോചിച്ച് ദേ നോ ഇറ്റ്, ദാറ്റ് ഈസ് ദേർ, ദേ ഹാവ് ദ പവർ. ആ ഡേറ്റ അവരിലുണ്ട്. സോ ഇറ്റ് ഈസ് സിമ്പിൾ, ദേ ആർ ഗിവിംഗ് യു വാട്ട് യു വാണ്ട്. എടാ ഒരു യൂട്യൂബ് സ്ക്രോളിംഗ് സെഷനിൽ നീ 2-3 പ്രാവശ്യം സ്ക്രോൾ ചെയ്ത് അൺഇൻട്രസ്റ്റഡ് വീഡിയോസ് ആയിരുന്നു. ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നീ സ്റ്റക്കായി, ഒരു അലക്സ് ഓർമോസി സംതിങ് സ്റ്റക്കായിട്ട് ഫുൾ അവസാനം വരെ കണ്ടേല് അടുത്ത സ്ക്രോളില് ഉടനെ അവന്റെ വീഡിയോ തന്നെ കാണിക്കും. ഇതൊക്കെ മില്ലി സെക്കൻഡ്സിൽ ഇവന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട്, അപ്പൊ ഇവന്റെ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. അത് അവൻ ആയിരക്കണക്കിന് ഷോർട്സ് കാണും. അതില് ഈ പർട്ടിക്കുലർ വീഡിയോ അവൻ അടുത്ത കാണിച്ചു കൊടുത്ത് അവൻ കൂടുതൽ സമയം പ്ലാറ്റ്ഫോം നിൽക്കും. അത് കാരണം അവൻ കൂടുതൽ ആഡ് കാണും. അതുകൊണ്ട് അവന് പിടിച്ചിരുത്താം. യു ആർ ലിറ്ററലി, ഇഫ് യു ആർ എ യങ് ബോയ് ഓർ എ യങ് മെയിൽ, യു ആർ ലിറ്ററലി ഫൈറ്റിംഗ് അഗൻസ്റ്റ് a group of huge programmers and programming codes. Mentally you are in a war, അല്ലേ? This is a war for your attention. സത്യം. In a way we are doing that right now. പക്ഷെ അതിന് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അലക്സ് ഫോർമോസിയുടെ വീഡിയോ ഇൻട്രസ്റ്റഡ് ആയത് നമ്മളുടെ ഇൻട്രസ്റ്റും കാരണമാണ്. ട്രൂ. പക്ഷേ ഡോണ്ട് യു തിങ്ക് ഇന്നത്തെ കാലത്ത് അറ്റൻഷൻ എക്കോണമി, ടുഡേ ഇസ് an attention war. നിന്റെ അറ്റൻഷന് വേണ്ടിയുള്ള യുദ്ധം നടക്കുവാണെന്ന് ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും. ഓൺ എ ഡീപ്പർ ആസ്പെക്ട്. ഡെഫിനറ്റ്ലി 100%. Because ആൽഗോരിതത്തിന്റെ എല്ലാ എൻഡ് ഗോൾ എന്തുവാണ്? To make people sit on their platforms for a longer time. To make them a bigger consumer. ആൽഗോരിതത്തിന് ഒറ്റ ഗോളേ ഉള്ളൂ, to keep you engaged in that bullshit. ഇപ്പം നീ ഒരു റീല് കണ്ടോണ്ടിരിക്കുക, നീ ഒരു 2-3 വട്ടം റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. നീ തന്നെ ശ്രദ്ധിച്ചാൽ മതി, അടുത്ത 5 റീല് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അതേ സെയിം പാട്ടുള്ള റീല് വരും, അല്ലെ അതേ കോണ്ടെക്സ്റ്റ് ഉള്ള റീലും വരും, മനസ്സിലായോ? അല്ലെ സെയിം ഹാഷ്ടാഗ്സ് ഉള്ള റീല് വരും. ദ ബേസിക് തിങ് ഇസ് നിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിന്നെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിച്ച് അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാക്കണം. That's too cruel. എടാ ഹ്യൂമൻ ബ്രെയിൻസിനെ അവര് ഡീകോഡ് ചെയ്തോടാ. എടാ നീ അങ്ങനെ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവന്റെ ഇൻട്രസ്റ്റ്, അവന്റെ ഹോബീസ്, അവന്റെ ഫ്രണ്ട്സ്, അവന്റെ ഇത് എല്ലാം ഗൂഗിളിന് അറിയാം.
അപ്പൊ ഈ ഡേറ്റ ഉപയോഗിച്ച് ഇവൻ ഈ സമയത്ത് ഈ വീഡിയോ അയച്ചു കൊടുത്താൽ അവൻ 30 സെക്കൻഡ് കാണും. അത് കഴിഞ്ഞ് അവൻ അവന്മാര് ഹ്യൂമൻ ബ്രെയിൻ ഡീകോഡ് ചെയ്തോടാ. അവന്മാര് ഈ ബട്ടൺ അടിച്ചാൽ അവ ഇത് ചെയ്യും, ഈ ബട്ടൺ അടിച്ചാൽ ഇത് ചെയ്യും. എടാ അതിന്റെയൊക്കെ ബേസിസ് നീ നോക്കണ ഇറ്റ്സ് ഓൾ ലിങ്ക് ടു ദ ഡോപ്പമിൻ യു ആർ ഗെറ്റിംഗ്. ഫോണിന് അറിയാം നിന്നൊക്കെ ഏത് സാധനം കാണിച്ചാൽ നിനക്ക് കൂടുതൽ ഡോപ്പമിൻ കിട്ടുമെന്ന്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോ നിന്റെ മദറിനോ നിന്റെ ഗേൾ ഫ്രണ്ടിനോ കാട്ടി കൂടുതൽ നിന്റെ ഫോണിന് അറിയാം. That piece of shit knows what to do with you and how to make you sit there in a world like girlfriends and boyfriends എല്ലാവരും crave for attention. We are giving this attention. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും പറ്റുന്ന പ്രശ്നമാണ്. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് ബ്രേക്ക് എടുക്കാൻ പോകുമ്പം ഈവൻ ദോ എന്റെ കണ്ണ് കുറെ സ്ക്രീനിലാണ്, ഞാൻ എന്റെ ഐഡിയ ഇച്ചിരി നേരം വെളിയിൽ പോയി ടെറസിൽ പോയി പക്ഷെ ഞാൻ എൻഡ് അപ്പ് സ്ക്രോളിങ്. മാഗ്നറ്റ് ഒരു മറ്റേ ഡോപ്പമീൻ അതാണ്. It lures you into the algorithm. You are a product of algorithm. Is there any way to mitigate that? ഇതിന്റെ എഫക്റ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ നിനക്ക് നീ is there any way to mitigate or effect കുറയ്ക്കാനോ ചോദിച്ചാ it is getting harder and harder അല്ലേ? It is. കാരണം ഡേറ്റ, they have all the data they want. നിന്റെ അച്ഛന്റെ ബർത്ത്ഡേ എന്താ നിനക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ? ഫേസ്ബുക്കിലോ? Fucking cool, man. Let's move on to the next question. Wow. What is the core behind humanity's need for technology and innovation? ഈ ക്വസ്റ്റ്യന്റെ ബേസിസ് എന്തെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആലോചിച്ചു. ടെക്നോളജി ടെക് എന്ന് വെച്ചാൽ മനുഷ്യന്റെ ലൈഫ് അക്കോർഡിംഗ് ടു ഐ ഡോണ്ട് നോ, ഐ എം എ കംപ്ലീറ്റ് നോബി. പക്ഷെ എന്റെ ഇതിൽ ടെക്നോളജി മേക്സ് ഹ്യൂമൻസ് ലൈഫ്സ് ഈസിയർ ഓർ മോർ എഫിഷ്യന്റ് ഓർ കൺവീനിയന്റ് ഓർ മേക്സ് പീപ്പിൾ ലേസി. കുറച്ചും കൂടെ മടിയന്മാരാക്കുന്നു ആൾക്കാരുടെ കാര്യങ്ങൾ എളുപ്പമായി ചെയ്ത്. പക്ഷെ അതിന്റെ ഒരു കോർ ഇതുണ്ട്. വെച്ചാൽ നമുക്ക് വിശപ്പ്, നമുക്ക് സെക്സ്, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ നമ്മുടെ ഒരു ഡ്രൈവ്സ് ഉണ്ട്. അപ്പൊ ടെക്നോളജിന്റെ ഇന്നോവേഷന്റെയും ബാക്കിലുള്ള മനുഷ്യന്റെ ക്രേവിങ് എന്താണ്? പുതിയ ടെക്നോളജി. അതും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നിന്റെ ഈ ഐ വാസ് നെവർ എ ബിഗ് ഫാൻ ഓഫ് ടെക്. ഐ വാസ് നെവർ ഒരിക്കലും ടെക് വീഡിയോ റാൻഡം ആയിട്ട് ടെക് വീഡിയോ കണ്ടിട്ട് ഇതിന് ഇത്ര ക്യാമറ ഫീച്ചേഴ്സ് ഉണ്ട്, ഇതിന് ഇത്ര ഇത് കൊണ്ട്. നിന്റെ വീഡിയോ ആൾക്കാർ കുറെ ഈ ഫോൺ എടുക്കൂല. ചിലപ്പോ നീ ഇടുന്ന റിവ്യൂ കണ്ടിട്ട് ആൾ ഫോണൊന്നും എടുക്കൂല. അയാൾക്ക് പക്ഷെ അറിഞ്ഞിരിക്കണം ഇത് ആവശ്യമോ, ലൈക്ക് അവര് അത് അറിയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി. അപ്പൊ എന്താണ് ടെക്കിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നത്? ടെക് ആൻഡ് ഇന്നോവേഷൻ ടെക്നോളജി ഇൻ ജനറൽ നീ പറഞ്ഞാണെങ്കിൽ നമ്മുടെ ലൈഫ് കൺവീനിയന്റ്, ഈസി, ലീസി ഒക്കെ ഉള്ള. അതേ സമയത്ത് ഡോണ്ട് യു ബിലീവ് ദർ ആർ പീപ്പിൾ ഹു ആർ ട്രൂലി പാഷനറ്റ് ടു ഫൈൻഡ് ഔട്ട് ഇത് ഈസി ആണെങ്കിൽ എനിക്ക് എന്റെ ടൈം കൂടുതൽ മറ്റേ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഡക്റ്റ് ഓഫ് മാക്സിമൈസിങ് എഫിഷ്യൻസി. നമ്മുടെ എഫിഷ്യൻസി എങ്ങനെ മാക്സിമൈസ് ചെയ്യാന്നുള്ള ഒരു തോട്ടല്ലേ ടെക്നോളജി? What do you think about it? ബിക്കോസ് പണ്ട് ഹിസ്റ്ററി വെച്ച് നോക്കിയാൽ തന്നെ മനുഷ്യർ ആദ്യം വീല് കണ്ടുപിടിച്ചു, ഹാമർ കണ്ടുപിടിച്ചു, ബോ ആൻഡ് ആരോ കണ്ടുപിടിച്ചു. അതേപോലെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇന്നോവേഷൻ എത്തി റേഡിയോ, TV, ഫോൺ, AI, മനസ്സിലായി? അപ്പൊ ദ മാൻ ഹാസ് സംതിങ് ഇൻസൈഡ് ഹിം. മനുഷ്യന് അവന്റെ അകത്ത് എന്തോ ഉണ്ട്, ഇനി വേണം, ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പുതിയ ഇൻവെന്റ് ചെയ്യണം, പുതിയ ആ ഒരു ഡോണ്ട് യു തിങ്ക് ദർ ഇസ് എ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ക്യൂരിയസ് തിങ് ഇൻസൈഡ് മാൻ വിച്ച് ഇസ് ഡ്രൈവിംഗ് ഹിം to invent more, and where is this leading to? What is the driving factor? എന്തായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്? ഇവിടെ മനുഷ്യന്റെ അകത്ത് ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ഉണ്ട്. മനസ്സിലായി, ഇനേറ്റ് ആയിട്ട് ആ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ഉണ്ട്, ഇനേറ്റ് ആയിട്ട് ആ ഒരു ഹങ്കർ ഫോർ ഡെവലപ്മെന്റ് ഉണ്ട്. ആ ഒരു ഇമോഷനെ നിനക്ക് എങ്ങനെ കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ യു കണക്ട് ദാറ്റ് വിത്ത്? മണി മാത്രം അല്ലല്ലോ. മണി ഈസ് നെവർ ലൈക്ക് ദ ഗായ് ബിഹൈൻഡ് എതീരിയം. വാട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഡസ് ഹി ഹാവ്? ദാറ്റ് സ്ലിം ഗായ്. അവൻ ഇപ്പോഴും ആ കീറി ടീഷർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ്. There is something inside man that pushes him to creative boundaries. Isn't it curiosity? Yes, of course. Curiosity ഒരു വലിയ പാർട്ടാണ്.
സം പീപ്പിൾ ജസ്റ്റ് വോണ്ട്സ് ടു ഡു ഇറ്റ്. അതാണല്ലേ ശരിക്കും. സം പീപ്പിൾ ചിലർക്ക് ചെയ്യണം. they don't care about the shit. ഇപ്പൊ ഇലോൺ മസ്ക് തന്നെ മച്ചാന്റെ ടെസ്ല അല്ല സ്പേസ് എക്സ് ബാങ്ക്രപ്റ്റ് ആവും, അല്ലെ ടെസ്ല ബാങ്ക്രപ്റ്റ് ആവും ഉറപ്പാ. പക്ഷെ someone in the world has to do it. പറയുന്നത് കേൾക്കണോടാ. ഹൗ ഡു വി മേക്ക് എൻ അറ്റ്മോസ്ഫിയർ ഓൺ മാർസ്? അത് അല്ലെങ്കിൽ മാർസിൽ ജീവൻ ഇവിടത്തെ ബോംബെല്ലാം എടുത്ത് അവിടെ പൊട്ടിക്കാം. അപ്പൊ ആ ബോംബ് കാരണം ക്ലൗഡ് ഉണ്ടാവും, ക്ലൗഡ് കാരണം മഴ പെയ്യും, എന്നിട്ട് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ലൈഫ്. അവൻ എന്തിനാ പൈസ? ഹി ഈസ് ദ മോസ്റ്റ് റിച്ചസ്റ്റ് മാൻ ഓൺ എർത്ത്. എന്നിട്ട് ഇനി അവന് പൈസ ഇല്ല. ഹി ജസ്റ്റ് വാണ്ട്സ് ടു ഡു ഇറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദ പ്രോബ്ലംസ്, റിഗാർഡ്ലെസ് ഓഫ് ദ വള്ളികൾ. Do you think men like war? I love war. Do you think you love war? ഞാൻ പറയട്ടെ, war every man in deep inside him wants to go war with something. Elon Musk's war with something is maybe about developing something that pushing human boundaries. അതായിരിക്കും. That is something he's in war with. അതേപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കാണുവാടാ. they just want to freaking do it. they just want to invent new things. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കിയാൽ അവൻ ബിറ്റ് കോയിൻ ഉണ്ടാക്കിയ സത്തോഷി ആണെന്ന് ഉറപ്പുണ്ടോ? ഫേക്ക് ഫിഗർ ആണ്. അങ്ങനെ അവന്റെ 3000 മില്യണോ എത്ര എന്തൊക്കെയോ ഉണ്ടെന്ന്, അത്രയും പൈസ ഉണ്ട്. അവൻ ഇതുവരെ ഒരെണ്ണം പോലും വിഡ്രോ ചെയ്തിട്ടില്ലെന്നാണല്ലോ പറയണേ. he never made use of that single penny and he developed one of the greatest piece of technology. Some people just want to do it. Some people just freaking want to do it. എടാ അത് നീ പറഞ്ഞ സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്രിയേറ്റീവ് സ്ട്രഗിൾ. ഇറ്റ്സ് എ വാർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിയേറ്റീവ് വാർ. ഇറ്റ്സ് എ സ്പിരിച്വൽ വാർ. I enjoy some war in my life. I enjoy some war. അന്ന് നമ്മൾ വർക്കിൽ 50 കിലോമീറ്റർ ഓടിയില്ലേ? Even though our body was tired, even though our mind was fucked, we enjoyed the fight with ourselves, അല്ലേ? അതേപോലെ some people just want to go war with them, develop new things, wanna do great shit. എടാ there is a quote by Nietzsche, under peaceful circumstances a warlike man attacks himself. സത്യം. This is a podcast അല്ലേ? എടാ യുദ്ധമില്ലാത്ത ഒരു മനുഷ്യൻ അവനെ തന്നെ യുദ്ധം ചെയ്യും. മനസ്സിലായോ? അതിന് മലയാളം ട്രാൻസ്ലേഷൻ എനിക്കറിയാം. ഞാൻ അതിനെ കൊന്നെന്ന് എനിക്കറിയാം, പക്ഷെ ഇതാണ് സത്യം. Let's move on. Fucking getting deep. What is the difference between the philosophies of Apple and Samsung? രണ്ടുപേരുടെ സ്റ്റോറീസ് തമ്മിലുള്ള വ്യത്യാസങ്ങളും. And why do you think Samsung ആപ്പിളിനെ പോലെ ഒരു കൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല? ആപ്പിളിന്റെ അത്രയും ഒരു കൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എടാ നമുക്ക് 2 ബ്രാൻഡ്സിനെ ഒന്ന് പ്രൈമർലി ഒന്ന് കൺസിഡർ ചെയ്യാം. ആപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എന്റെ മനസ്സിൽ സ്റ്റീവ് ജോബ്സ് വരും. സ്റ്റീവ് ജോബ്സ് ഇന്നോവേഷൻ, തിങ്ക് ഡിഫറെന്റ്. ആപ്പിൾ എന്ന് പറയുന്ന ഒരു കൾട്ട് അവർ ജനറേറ്റ് ചെയ്യാൻ കാരണം ഒരുപാട് പീപ്പിൾ വോണ്ട് ടു അസോസിയേറ്റ് വിത്ത് ദിയർ ബ്രാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് മനുഷ്യർക്ക് എപ്പോഴും അവനിൽ വലുതായിട്ടൊരു സാധനത്തിലെ അസോസിയേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ആൻഡ് ആപ്പിൾ സീംസ് ലൈക്ക് തിങ്ക് ഡിഫറെന്റ്. സ്റ്റീവ് ജോബ്സ് ഇന്നോവേഷൻ, അവൻ എനിക്ക് ഐ റിയലി ലവ് ദ ഐഡിയോളജി ഓഫ് ആപ്പിൾ. ലൗഡ് ഡോണ്ട് നോ. ഇപ്പൊ ഇറ്റ്സ് ജസ്റ്റ് എ ഫക്കിംഗ് മാർക്കറ്റിംഗ് ഫോം. നോ ഇന്നോവേഷൻ. അവരെക്കാട്ടി ബെറ്റർ ഇന്നോവേഷൻ ഇപ്പൊ വിവോ നടത്തുന്നത്. അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അവരൊരു കൾട്ട് ഫോളോയിങ് ഉണ്ടാക്കാൻ പറ്റിയവർക്ക് അവരുടെ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അവരുടെ പേഴ്സണാലിറ്റി മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അവരുടെ ബ്രാൻഡിങ് പ്ലേസ് എ ഫ്രിക്കിംഗ് ഹ്യൂജ് റോൾ. ദ വേ ദേ ഡിസ്പ്ലേ ദെയർ പ്രൊഡക്റ്റ്. ഇപ്പം ഏറ്റവും എനിക്ക് ബ്രാൻഡിങ്ങിനകത്ത് വന്ന മാക്ബുക്ക് എയർ ലോകത്ത് ആദ്യമായിട്ട് സ്റ്റീവ് ജോബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റേ ലെറ്ററിന് എൻവലോപ്പ് ഇല്ലേ, അതിന്റെ അകത്ത് നിന്ന് എടുത്ത് കാണിച്ച് ഐ ഹാവ് എ ലെറ്റർ ഫോർ യു എന്ന് പറഞ്ഞ ലെറ്ററിന്റെ എൻവലോപ്പ് എടുത്ത് കാണിച്ച് ദ തിന്നസ്റ്റ് ലാപ്ടോപ്പ്. അതെ. അതേ സമയം തന്നെ പുള്ളി ആദ്യമായിട്ട് ഇതിനുള്ള ഐപോഡ് നാനോ എങ്ങനെയാ മാർക്കറ്റ് ചെയ്തേ? നമ്മുടെ ജീൻസിന്റെ എല്ലാം പോക്കറ്റിൽ മറ്റേ ചെറിയൊരു പോക്കറ്റ് ഉണ്ടല്ലോ. അപ്പൊ അയാൾ ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ പോക്കറ്റ് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാവോ? നോബഡി നോസ് വൈ ദ ഹെൽ ഇറ്റ്സ് ദേർ. ഐപോഡ് നാനോ എങ്ങനെ എടുത്ത്? എടാ ആ ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടാക്കാൻ കാരണമാണ് അത്
ആപ്പിൾ സക്സസ്ഫുൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എവിടെയാടാ സാംസങ്? ടെൽ മീ സംതിങ് അബൌട്ട് സം, ബിക്കോസ് സാംസങ്ങിനെ കുറിച്ച് എനിക്കൊന്നും പറഞ്ഞുകൂടാ. സാംസങ് ഒരു സ്റ്റോറി ഇല്ലാത്ത പോലെ. കൊറിയൻ കമ്പനി സാംസങ്. ഹൂസ് ദ, ഡു യു നോ എനിത്തിങ് അബൌട്ട് സ്റ്റോറി ഓഫ് സാംസങ്? സ്റ്റോറി ഓഫ് സാംസങ് എന്ന് പറഞ്ഞാൽ ഐഡിയ എടാ, ഒന്നാമത്തെ കാര്യം കൊറിയൻസ് പോണ കീപ് ഇറ്റ് ലോ കീ. ശരിക്കും ചിൽ ഗൈ. കൊറിയൻസിന് എപ്പോഴും ലോ കീ ടെക്. എൽ ജി ദി ബെസ്റ്റ് ടെക്നോളജി കമ്പനി കൊറിയൻ. അവർക്ക് എനിക്കൊന്ന് ചില ജാപ്പനീസ് ബ്രാൻഡ്സിനെ കാട്ടി റിലയബിൾ ആണ് എൽ ജി. ഹൗസ് അപ്ലയൻസസ് ആയിക്കോട്ടെ എല്ലാം. പക്ഷെ അവരുടെ മാർക്കറ്റിങ്ങും എല്ലാം, ദേ ജസ്റ്റ് ക്രിയേറ്റ് ഗുഡ് പ്രൊഡക്ട്സ് ആൻഡ് ദേ ജസ്റ്റ് സെൽ ഇറ്റ് ടു ഇറ്റ്. ഇപ്പം സാംസങ് എടുക്കുന്നതും എൽ ജി ഒക്കെ എടുക്കുന്ന കൊറിയൻ ബ്രാൻഡ്സ് അത് യൂസ് ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി അറിഞ്ഞ അവർക്ക് ആ കൾട്ട് ഫോളോയിങ്ങും ആ സ്റ്റോറീസും ഒരു ആളെ മുന്നിൽ നിർത്തി മാർക്കറ്റ് ചെയ്യാൻ എബിലിറ്റി ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ആർക്കും അറിയത്തില്ല. സാംസങ്ങിന്റെ ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പൊ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പം സാംസങ് ആപ്പിൾ ഫാൻ ബോയ് ഫൈറ്റ്സ് ഒക്കെ സാംസങ് സ്ട്രോങ് ആയി വരിക. എന്റെ കമന്റ് സെക്ഷൻ ഒക്കെ എടുത്ത് നോക്കിയത് ആപ്പിൾ ഷീപ്പ് നോട്ടഡ്, സാംസങ് ഷീപ്പ് നോട്ടഡ് കൾട്ട് അവരുണ്ടാക്കിയത്. പക്ഷെ സാംസങ്ങിന് ഒരു റിയൽ സ്റ്റോറി ഇല്ലടാ. സാംസങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയത്തില്ല. ടെക്നോളജിക്കലി രണ്ടിനെയും കമ്പയർ ചെയ്ത സാംസങ്ങിന്റെ ഏറ്റവും ഹൈ എൻഡ് ഫോൺ ആൻഡ് ആപ്പിളിന്റെ ഏറ്റവും ഹൈ എൻഡ് ഫോൺ എടുത്ത, ലൈക് ഹൗ ഡു ദേ കമ്പയർ ഇൻ ടേംസ് ഓഫ് ടെക്നോളജി? സാംസങ്ങിന്റെ ഏറ്റവും ടെക്നോളജിക്കലി ഹൈ എൻഡ് ഫോൾഡ് എന്ന് പറയുമ്പോൾ അവളുടെ ഫോൾഡിന്റെ അകത്ത് ലേറ്റസ്റ്റ് ഞാൻ പറയും. കാരണം ഒരു സാംസങ് ഇച്ചിരി കൂടെ ഒരു എക്സ്പെരിമെന്റൽ കമ്പനിയാന്ന് ഞാൻ പറയും. കാരണം ദേ ഇൻട്രൊഡ്യൂസ് ദ ഫസ്റ്റ് യൂസബിൾ പ്രോപ്പർലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോൾഡബിൾ ഫോൺ, ഫ്ലിപ്പ് ഫോൺ. അതൊക്കെ സാംസങ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സാംസങ് ആയിരുന്നു തോന്നുന്നു ആദ്യമായിട്ട് BP മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് വാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര അണ്ടർ റഡാറിലായി പോയിട്ടുള്ളൂ. സാംസങ് ഇച്ചിരി കൂടെ എക്സ്പെരിമെന്റൽ കമ്പനിയാണ് എന്റെ ഒരു ഇത്. പക്ഷെ ഫണ്ണി തിങ് ഈസ് ദാറ്റ് ആപ്പിൾ സ്റ്റാൻഡ്സ് ഫോർ ഇന്നോവേഷൻ. ആപ്പിൾ സ്റ്റാൻഡ് ഫോർ ബുൾഷിറ്റ് ബ്രോ. അവർ കഴിഞ്ഞ 5 വർഷം ഉണ്ടാക്കിയ ഒരു ഇന്നോവേഷൻ പറ. എടാ അതല്ല, വെയിറ്റ്. This ties down to the next question. Has the vision of Steve Jobs for Apple died? 100% അത് ഉറപ്പായിട്ടും നശിച്ചിട്ടുണ്ട് 100%. ഇന്ന് സ്റ്റീവ് ജോബ്സ് ജീവനോട് ഉണ്ടായിരുന്ന ബാഡ്. സ്റ്റീവ് ജോബ്സിന്റെ ഐഡിയോളജി ഓഫ് എ ഫോൺ വാസ് ഓൾവേസ് 4-inch ഫോൺ. 4-inch അല്ല, കയ്യിൽ ഒതുങ്ങുന്ന ഫോണായിരുന്നു. പക്ഷെ മാർക്കറ്റിൽ ഹയർ ഫോൺസിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആപ്പിൾ അതിനോട് ഷിഫ്റ്റ് ചെയ്ത്. രണ്ടാമത്തെ സംഭവം, വാട്ട് ഇന്നോവേഷൻ ഡു യു തിങ്ക് ആപ്പിൾ മെയ്ഡ് ഇൻ ദ ലാസ്റ്റ് 5 years? ഒരെണ്ണം നിനക്ക് നെയിം ചെയ്യാൻ പറ്റുമോ? എനിക്ക് നെയിം ചെയ്യാൻ പറ്റുന്നില്ല. നീ എന്ത് പറഞ്ഞ മറ്റേ ഫോണിന്റെ സൈഡിൽ ഓളതാണ് എടുത്ത് എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നി. അവൻ ഐഫോൺ 16 ക്യാമറ കൺട്രോൾ എന്തൊരു വാർത്ത സാധനം അത് എനിക്ക് ചൊറിയൊന്ന്. നീ എനിക്ക് മാത്രമല്ല, ഐഫോൺ 16 Pro ഒരു ആപ്പിൾ ഷീപ്പ് അല്ലാതെ സാധാരണ കൺസ്യൂമർ അമ്മ എല്ലാം പറയും വാർത്ത സാധനം. കാരണം നമ്മൾ ഇത്രയും നാള് സ്ക്രീനിൽ ഉപയോഗിച്ച് നമ്മൾക്ക് മസിൽ മെമ്മറി ഉണ്ട്. ഇത് പുതിയൊരു സാധനം കൊണ്ട് നോക്കി അത് കൺവീനിയന്റ് ആണെങ്കിൽ പിന്നെ കൺവീനിയന്റ് അല്ലടാ, ഒട്ടും കൺവീനിയന്റ് അല്ല. എനിക്ക് തോന്നുന്ന അടുത്ത ജനറേഷനിൽ ആപ്പിൾ ആയതുകൊണ്ട് ചിലപ്പോൾ അതിനെ എംബ്രേസ് ചെയ്യും. അത് ഇത്തിരി കൂടെ കിടിലങ്ങൾക്കേ പറ്റത്തുന്ന സാധനം, നോട്ട് ഫോർ ന്യൂബീസ് എന്ന് പറയും. പക്ഷെ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കൺവീനിയന്റ്. എന്താണ് ഇന്നോവേഷൻ നിർത്തി കളഞ്ഞ് കഴിഞ്ഞ വൈന്നല്ലടാ ഈ ഇപ്പോഴത്തെ അങ്ങനെ സിയുടെ വരുന്ന എടാ ടിമ്മണ്ണൻ ഒരു വിഷണറിയാണ് വെൻ ഇറ്റ് കംസ് ടു സപ്ലൈ ചെയിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പണ്ട് ആപ്പിളിന്റെ പ്രൊഡക്റ്റ് സ്കേഴ്സിറ്റി ആയിരുന്നു, വാങ്ങിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 7 കൊല്ലം മുന്നേ ട്രിവാൻഡ്രത്ത് തന്നെ സെലക്ടഡ് കടകൾ വിറ്റോണ്ടിരുന്ന സ്ഥലമായിരുന്നു ഐഫോൺ. ഇപ്പം നീ നോക്കിക്കോ, ലോകത്ത് ഏത് മുക്കിലും മൂലയിലും കോർണറിലും ഐഫോൺ സുഖമായിട്ട് എത്തുന്നുണ്ട്. ഏത് കടയിൽ കയറിയാലും ഐഫോൺ കിട്ടും, ഏത് കടയിൽ കയറിയാലും. അതുകൊണ്ട് ടിം കുക്ക് ഇസ് മോർ ഓഫ് എ ബിസിനസ് മാൻ ദാൻ വിഷണറി. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. സ്റ്റീവ് ജോബ്സ് ഇരുന്നപ്പോ he was a visionary. He craved for technology. He took the risks. He wanted a cult building. And Tim Cook അതേ സമയം he is more of a businessman. ആ സപ്ലൈ ചെയിൻ സ്ട്രോങ് ആക്കി. ആപ്പിൾ ഒരു $1 trillion കമ്പനി ആക്കി. It's a $1 trillion കമ്പനി. Did capitalism kill Steve Jobs' vision? Did capitalism kill Steve Jobs' vision? പൈസ ഉണ്ടാക്കുന്നതിന്റെ പിറകെ പോയി വിഷൻ നഷ്ടപ്പെട്ടു. ഐ ബിലീവ് കാരണം എനിക്ക് തോന്നുന്നു ആപ്പിളിന്റെ കണക്കൊരു ഇത്ര റീസോഴ്സസ് ഉള്ള കമ്പനിക്ക് R&Dയിലൊക്കെ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സത്യം, R&Dയിൽ ഇഷ്ടംപോലെ they can literally invent anything. They are marketing geniuses അല്ലേ? എടാ അതേപോലെ തന്നെ നീ ഇപ്പൊ ഇന്നോവേഷൻ നോക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള വിവോനെ കുറിച്ചുള്ള അണ്ടർറേറ്റഡ് ബ്രാൻഡ്സാ.
വിവോന്റെ ബാറ്ററി ടെക് പുതിയത് ഭയങ്കര അടിപൊളിയാട്ടാ. ഇവ കൊള്ളാവോടാ. എടാ അവർ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ ഇന്നോവേഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഇൻട്രൊഡ്യൂസ് ഒരു സ്ലിം ഫോണില്. എനിക്കൊന്ന് ഈ ഫോണിനകത്ത് 3000 mAh ബാറ്ററി ഞാൻ കണ്ടുള്ളൂ. വിവോയിൽ ആ സ്ലിം ഫോണിൽ ഇതിലും സ്ലിം ആണെന്ന് തോന്നുന്നു. 6000 mAh ബാറ്ററി കുത്തി കയറ്റുന്നുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചപ്പം അവരുടെ ലിത്തിയം പോളിമർ അയോൺസിന്റെ കൂടെ കാർബണും സിലിക്കണും ഒക്കെ എന്തൊക്കെ ഇൻഫ്യൂസ് ഒക്കെ ചെയ്ത് അവർ എക്സ്പെരിമെന്റ് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ R&Dയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരൊരു ബെറ്റർമെന്റ് കണ്ടുപിടിക്കുന്നുണ്ട് എന്തെങ്കിലും. അതേപോലെ തന്നെ സാംസങ്ങിലും അവർ ഡിസ്പ്ലേയിൽ ആന്റി ഗ്ലെയർ കുറയ്ക്കുന്ന പരിപാടിയാണെങ്കിലും സാംസങ്ങിന്റെ S10 എന്നൊക്കെ പറഞ്ഞ പ്രോഡക്റ്റ് സാധനം ഒരു റെവല്യൂഷണറി ഐഡിയ. അതേപോലെ ഒന്നും ഒരു ഐഫോൺ ഒന്നും ഭയങ്കരമായിട്ട് ഇൻവെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഐഫോൺ ലാസ്റ്റ് ടൈം ഐഫോൺ ഡിഡ് ഇൻവെന്റ് സംതിങ് കൂൾ വാസ് ഫേസ് ഐഡി. ഐഫോൺ ഡീറ്റോറിയേറ്റ് ആവുമോ? ആയിക്കൊണ്ടിരിക്കുകയല്ലേടാ. ആയിക്കൊണ്ടിരിക്കുകയാണോ? Of course. Is it the downfall of iPhone? Is it the downfall of iPhone? Is it the downfall of iPhone? സംഭവം എന്താ അറിയോടാ, ഇപ്പോഴും ഒരുപാട് ദാരിദ്ര്യത്തിൽ വളർന്നു വരുന്ന ആൾക്കാർ ഐഫോൺ ഭയങ്കര റോളക്സ് ആയിട്ടാണ് കാണുന്നത്. എടാ അവർക്ക് മാർക്കറ്റിംഗ് അറിയാടാ. ഇറ്റ് വോണ്ട് ബി ദ ഡൗൺഫോൾ ഓഫ് ഐഫോൺ. ശരിക്കും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കുറ്റം പറഞ്ഞാലും they know how to market. They know how to make you buy the shit that you don't want. അതാണ് ആപ്പിളിന്റെ ബ്രില്യൻസ്. അത് എനിക്ക് തോന്നുന്നില്ല അത് പോകുന്നത്. It won't be the downfall of iPhone. Let's move on to the seventh question. Is the concept of privacy outdated in this hyper connected world? ഇന്നത്തെ കാലത്ത് പ്രൈവസി I am going to be a conspiracy here. ഒരു കോൺസ്പിറസി പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ പ്രൈവസി എന്ന് പറഞ്ഞ സംഭവം ഒരു ഔട്ട്ഡേറ്റഡ് കോൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. പ്രൈവസി ഉണ്ടോ നമുക്ക് ആക്ച്വലി? നമ്മളിന്ന് എന്ത് ചെയ്താൽ ഈ വീഡിയോ കാണുന്ന വല്ല ഒരു എക്സ്പെരിമെന്റ് ചെയ്യും. വടാപ്പാവ് എന്നൊരു 300 വട്ടം നിങ്ങളുടെ ഫോണിന്റെ അടുത്ത് കയറിയിട്ട് സെർച്ചിൽ VA അടിക്കുമ്പോഴേ വടാപ്പാവ് വരും. സത്യം. എടാ നീ ട്രൈ ചെയ്ത് നോക്ക് കുട്ടാ. എടാ ഞാനും നീയും ബിസിനസ് ടോക്ക്, ബിസിനസ് ചായ കുടിച്ച് ബിസിനസ് ഒക്കെ സംസാരിക്കുമ്പോ വീട്ടിൽ പോയ ഉടനെ when I talk to my friend, when I talk to an entrepreneur, when I become an entrepreneur at 30, ഓരോ ഇൻസ്റ്റഗ്രാം റീല്, യൂട്യൂബിൽ പോയ ഉടനെ അതിന്റെ റെക്കമെൻഡേഷൻ. പ്രൈവസി എന്ന സംഭവം ഉണ്ടോ ഇന്നത്തെ കാലത്ത്? I don't think. എനിക്ക് തോന്നുന്നില്ല. I do personally believe നമ്മുടെ പ്രൈവറ്റ് ഡീറ്റെയിൽസ് is not private anymore. Everything. അതാ എടാ ലൈക്ക് ഇറ്റ്സ് എ വേൾഡ് ഓഫ് ഡേറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു വേൾഡ് ഓഫ് ഡേറ്റയാ. Data makes up algorithm. Algorithm makes people consume more shit. Algorithm makes people their byproduct. So the hunger for data is highly connected with the hunger for decreasing privacy. So privacy is truly a outdated concept. എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാരും ട്രൂലി പ്രൈവറ്റ് സ്കീംസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. കാരണം ഈ സിമ്പിൾ കാര്യങ്ങളൊക്കെ നീ ഓരോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അഗ്രി ചെയ്യാൻ ചോദിക്കത്തില്ലേ? അതിന്റെ എല്ലാം താഴെ വായിച്ചു നോക്കുമ്പോൾ നിനക്ക് തന്നെ പേടിയോ? നീ ലിറ്ററലി നീ ഒരു വട്ടയിൽ വായിച്ചു നോക്കണം. മൈക്രോഫോൺ ആക്സസ്, മൈക്രോഫോൺ വിൽ ബി ലിസണിങ് ടു 24/7. ലിറ്ററലി നീ വായിച്ചു നോക്കണം. പ്രൈവസി, യുവർ ട്രൂ പ്രൈവസി ഇസ് എ സ്കാം. I mean, ഇതെന്താ പിന്നെ ഒന്നും റെഗുലേഷൻസ് ഒന്നും കൊണ്ടുവരാത്ത? Who control this shit? The biggest firms in the world. The biggest firms in the world runs the government. If a person can control the algorithm, ഒരാൾക്ക് algorithm അതല്ലേ നീ സൂപ്പർമാൻ ലെക്സ് ലൂതറിനെ അറിയോ ക്യാരക്ടർ? ലെക്സ് ലൂതർ ഇസ് എ സൈക്കി, ഭയങ്കര അൾട്രാ ബില്യണയർ, ട്രില്യണയർ, പക്ഷെ ഭയങ്കര ടെക്കി ഗൈയാ. പക്ഷെ മച്ചാൻ ഹാസ് റോങ് ഐഡിയാസ് ടു ദ വേൾഡ്. അയാൾ ഒരുത്തൻ ലോകം നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ലോകം നശിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. അയാൾക്ക് ആൽഗോരിതം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായി. അയാൾക്ക് ലോകത്തെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഹി ക്യാൻ ബിക്കം ദ വില്ലൻ. എടാ എനിക്കൊരു സംശയം ഉണ്ടെടാ, നമ്മള് എക്കോ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കൂടാ സോഷ്യൽ മീഡിയ. അങ്ങനെ വെച്ചാൽ നീ ഇപ്പൊ ഒരു റൈറ്റ് ഓറിയന്റഡ് പേഴ്സൺ ആണെങ്കിൽ, ഐ മീൻ പൊളിറ്റിക്കലി റൈറ്റ് ഓറിയന്റഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് റൈറ്റിലുള്ള ആൾക്കാരുടെ ഫേസ്, ആൾക്കാരുടെ ആർഗ്യുമെന്റ്സ്, ആൾക്കാരുടെ എല്ലാ സാധനവും കേൾപ്പിച്ച് പിന്നെ അവർക്ക് ആൽഗോരിതത്തിന് മനസ്സിലായി ഇവന് ലെഫ്റ്റ് കേൾപ്പിച്ച. എക്സാമ്പിൾ ആണ് എന്റെ അച്ഛൻ. അച്ഛൻ ഇപ്പൊ ഒരു ഭയങ്കര, അച്ഛന് എന്നെ സംബന്ധിച്ച് അച്ഛൻ ഒരു ഫ്രീ തിങ്കർ അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഒരു ഫ്രീ തിങ്കർ, ഐ മീൻ
ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ എന്തിനോടോ 100% താങ്കൾ യോജിക്കുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എ ഫ്രീ തിങ്കർ. ഞാൻ ആലോചിച്ചു, ഒരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ അടുത്തോ ഒരു ഐഡിയോളജിയുടെ അടുത്തോ ഒരു പോയിന്റ് പോലും ക്രിട്ടിസൈസ് ചെയ്ത 100% നീ അത് യോജിക്കുന്നെങ്കിൽ ഡു യു ബിലീവ് യു ക്യാൻ ബി എ ഫ്രീ തിങ്കർ? പക്ഷെ എൻ്റെ അതേപോലെ ആൽഗോരിതം ഫീഡ്സ് അപ്പ്. എൻ്റെ അച്ഛൻ്റെ ഫീഡ് നോക്കിയ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ ഹേറ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഇയർഫോൺ വെച്ചിട്ടിരിക്കണമെന്ന്. എടാ അപ്പൊ നമ്മൾ ഓരോ എക്കോ ചെയ്യുമ്പോൾ ഇപ്പൊ ലെഫ്റ്റിലും അത് ലെഫ്റ്റ് മാത്രം LGBT അത് മറ്റത് അബോർഷൻ അത് വില്ലനൈസ്. അപ്പൊ രണ്ടുപേരും വില്ലനൈസ് ചെയ്തിട്ട് ഇതാരാണ് ഈ മേളിലുള്ളത്? ഇവന്റെ എതിരെ തിരിക്കുക, ഇവന്റെ എതിരെ തിരിക്കുക, ഇവന്മാര് അടി ഉണ്ടാകട്ടെ, നമ്മള് പൈസ അത് അത്രേ ഉള്ളു. മേളിലുള്ളവൻ എന്താ വിചാരിക്കും, എനിക്ക് കാശ് വേണം. ഇവന്മാരെ രണ്ടുപേർക്കും വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്ത് അവന്മാരെ എൻഗേജ് ചെയ്തിരിക്കുന്നു. അവന്മാര് ഇത് തമ്മി അടിച്ച് നമ്മള് മറ്റേ ഇതിന്റെ ബേസിലേക്ക് പോണ വേൾഡ് കൺട്രോളിംഗ് ഫോംസ് പോലത്തെ JP മോർഗൻ അവരുടെയൊക്കെ ലിറ്ററൽ എന്തോ ഇപ്പൊ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ സംഭവം ഉണ്ടല്ലോ, അതേപോലെയൊക്കെ ടെക് അസോസിയേറ്റ് ചെയ്യാം. കാരണം അവര് തന്നെ ഒരു കോസ് ഉണ്ടാക്കി ഒരു ഇസ്രായേലോ ഇറാഖോ വോർ ഉണ്ടാക്കും. എന്നിട്ട് ദീസ് വലിയ ഫോംസ് അവിടെ ചെന്നിട്ട് ഞങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ പവർ സിറ്റി, നിങ്ങളുടെ പവർ, നിങ്ങളുടെ വാട്ടർ സപ്ലൈ, നിങ്ങളുടെ ഫുഡ് ചെയിൻ എല്ലാം നിങ്ങൾക്ക് കൺട്രോൾ വരണം. ദേ ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ. ലിറ്ററലി ഹൂ കൺട്രോൾസ് ദ കൺട്രി? നോട്ട് ദ ഫ്രിക്കിൻ ഗവൺമെന്റ്, ഇറ്റ്സ് എ ഫ്രിക്കിൻ ബാങ്കേഴ്സ്. ഇലുമിനാറ്റി റിയൽ. ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കണ ഒരു എലീറ്റ് ഗ്രൂപ്പ് ഓഫ് വെൽത്തി ഹ്യൂമൻസ് ഉണ്ട്. They have access to all these things. മനുഷ്യന്മാർ ഓവർ ചിന്തിക്കാൻ തുടങ്ങിയ Let's move on to the 8th question. How will AI transform the technological arena? എങ്ങനെ AI ടെക്നോളജിക്കൽ അറീന? AI എന്ന് പറയുന്ന ഒരു ഇന്നവിറ്റബിൾ ഒരു സൂപ്പർ ഈവിൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈവിൾ, എക്സാക്ട്ലി. എടാ ഒന്നാമത്തെ സംഭവം, നീ ദ ക്രിയേറ്റർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നോ? കാണണമെന്നുണ്ട്. നീ പറഞ്ഞു ക്രിയേറ്റർ എന്ന് പറഞ്ഞ സിനിമ. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ AI ഹ്യൂമൻസും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്ത് US ഒരു പിഴവ് കാരണം ഒരു ന്യൂക്ലിയർ അറ്റോമിക് റിയാക്ഷൻ അവിടെ വീഴും. പക്ഷെ US അത് AI ബ്ലെയിം ചെയ്യും. അങ്ങനെ AIയും ഹ്യൂമൻസും തമ്മിൽ വാറാവുന്നൊരു, ഹ്യൂമൻസ് എല്ലാം ഒരു കൾട്ടായിട്ടൊക്കെ വാറാവുന്നൊരു പടമാണ്. അതേപോലെ തന്നെ ഡ്യൂൺ എന്ന് പറഞ്ഞ എന്തോ വേൾഡിൽ AI ഭയങ്കരമായിട്ട് വന്ന് അവസാനം AI ഹ്യൂമൻസും തമ്മിൽ അടിച്ച് പിരിഞ്ഞ് സീനായി പുതിയൊരു ലോകം റീകൺസ്ട്രക്ട് ചെയ്യുമ്പം AI എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ലാതെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിനെല്ലാം ഉപരി ഗൂഗിൾ ഹൂ ഇസ് ദ ഗോഡ് ഫാദർ ഓഫ് AI എന്തുവരുന്നത്, ജോർജ് ജെഫ്രിസൺ അങ്ങനെ എന്തോ ഇപ്പം പറഞ്ഞേക്കണേ. ഹി ബാക്ക്ഡ് ഔട്ട് ഫ്രം എവറിത്തിങ് ഹി സെഡ്. കാരണം AIക്ക് ഫണ്ടമെന്റൽ കൺസ്ട്രക്ട്സും എത്തിക്സും ഇല്ല ഇപ്പൊ ബിൽഡപ്പ് ചെയ്യുന്നത്. For the first time in human history, there is something more intelligent. Humans have created something more intelligent than humans itself. എടാ ഇപ്പം AI ബേസ് ചെയ്തേക്കുന്ന ന്യൂറൽ പ്രോസസിങ്, ആർട്ടിഫിഷ്യൽ ഇൻപുട്ട് ജനറൽ, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ദ ഗോൾ ഇസ് ടു ഗെറ്റ് AI ടു ദ കൊഗ്നീഷൻ ലെവൽ. കൊഗ്നീഷൻ ലെവൽ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ലെവൽ ഓഫ് തിങ്കിങ്. ഇറ്റ് തിങ്സ് ലൈക്ക് എ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി. സെൽഫ് അവയർനെസ് അത് തന്നെ. സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സും വരുന്ന ഒരു ലെവൽ ഓഫ് കോഡിങ്ങിലേക്ക് എത്തുന്നതാണ് കൊഗ്നീഷൻ ലെവൽ ഓഫ് AI. ഇപ്പൊ അത് എത്തിയിട്ടില്ല. അതാണ് ഇവരുടെ ഗോൾ. ഹൂസ് ഗോൾ? ഈ ഡെവലപ്പേഴ്സിന്റെ ഗോൾ. എടാ ഇതെല്ലാം നല്ലതാ, പക്ഷെ ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്ന ഇലോൺ മസ്ക് ഉൾപ്പെടെ എല്ലാവരും, ഞാൻ AI ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ലെക്സ് ഫ്രീഡ്മാന്റെ എല്ലാം തന്നെ പോഡ്കാസ്റ്റിംഗ് കേട്ട് എല്ലാം സാം ഓൾട്ട്മാൻ ഉൾപ്പെടെ അവരുടെ ഓരോ സംസാരത്തിൽ നിന്ന് നമുക്ക് ഞാൻ എല്ലാ പോഡ്കാസ്റ്റ് വരുന്നത് ദർ ഇസ് നോ സ്ട്രോങ് ഫണ്ടമെന്റൽസ് ആൻഡ് നോ സ്ട്രോങ് ഗവേണിംഗ് ബോഡീസ്. എടാ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സ്ട്രോങ് കോഡ് ഓഫ് എത്തിക്സ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഒരു സ്ട്രോങ് കോഡ് ഓഫ് എത്തിക്സിലൂടെ ബിൽഡപ്പ് ചെയ്താൽ അത് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ ആ സ്ട്രോങ് കോഡ് ഓഫ് എത്തിക്സ് റെഗുലേറ്റ് ചെയ്യാൻ ഒരു കിടിലം അതോറിറ്റേറ്റീവ് ബോഡി ഇല്ല. അതാണ് സംഭവം. ഇപ്പൊ അതോറിറ്റേറ്റീവ് ബോഡി എല്ലാം എനിക്കൊന്ന് കോർപ്പറേറ്റ്സും എല്ലാവരും കൂടെ, എനിക്കൊന്ന് 2 ബോഡിയേ ഉള്ളൂ. ഒന്ന് US-ലും ഒന്ന് EU-ക്ക് വേണ്ടി വരണം. ഇത് രണ്ടും കോർപ്പറേറ്റ്സുമായിട്ട് ലിങ്ക് ചെയ്ത് ഫങ്ഷൻ ചെയ്യണം. പക്ഷെ നീ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് ആലോചിച്ച് നോക്ക്. ഗോഡ് ഫാദർ ഓഫ് AI തന്നെ പറയുന്നു AI is going on the wrong way. AI is going to take over the world. എടാ എനിക്ക് ഇതിന്റെ റീപർക്കഷൻസ് സത്യം ആലോചിക്കുമ്പോൾ I want to die before that, man. Imagine everything being fucking AI. Because a human, എടാ എന്തുണ്ടേലും പണ്ടൊക്കെ നമ്മള് ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമായിരുന്നു, എടാ ഇതിന്റെ അർത്ഥം എന്തോടാ, എടാ ഇതുണ്ടോടാ, എടാ ഒരു കഥ പറഞ്ഞാടാ. AI അടുത്ത് 3 വാക്കുകൾ റാൻഡം ആയിട്ട്
ട്രീ, എക്സൽ, ഇയർഫോൺ, ഫയർ, ഇങ്ങനെ 10 വാക്കുകൾ പറഞ്ഞു കൊടുത്താൽ ഏത് ഹ്യൂമനെക്കാട്ടിലും ഫാസ്റ്റർ ആയിട്ട് ഒരു കഥ ഉണ്ടാക്കും. അതും പെർഫെക്റ്റ്ലി നല്ലൊരു കഥ. എടാ ഇന്റലിജന്റ് ആണോ, അത്ര ഇന്റലിജന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. ഞാൻ കുറച്ചും കൂടെ പോയട്രി ഒക്കെ എഴുതുന്ന ആളാ, കുറച്ചും കൂടെ ലിറ്ററേച്ചർ ഒക്കെ എഴുതുന്ന ആളാ. അപ്പൊ എനിക്കൊരു ബുക്കൊക്കെ ഉണ്ട്. ഞാനപ്പോ ഒരു ദിവസം ChatGPT എങ്ങനെ പോയട്രി എഴുതുന്നുണ്ട്, ഫസ്റ്റ് ChatGPTന്റെ പോയട്രി എങ്ങനെ കൊള്ളാവോ, ആർട്ട് ഒരിക്കലും ChatGPTക്ക് ഒന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റൂല എന്നൊരു മനുഷ്യനെ, ഹ്യൂമൻസ് ലവ് ആർട്ട്. പക്ഷെ ഞാൻ വായിച്ചപ്പോ എടാ 90% പോയിട്രീനെക്കാട്ടിലും കൊള്ളാടാ ChatGPT എഴുതുന്നത്. എടാ ബാഡാ പിന്നല്ലാതെ. എടാ ബിക്കോസ് എടാ ഞാൻ ഒരു മനുഷ്യൻ എന്റെ ലൈഫ് ടൈം കൊണ്ട് ഒരു 5 ബുക്ക് വായിച്ചു തീർത്ത ഈ മച്ചാന്റെ ഡേറ്റാബേസിൽ ലിയോണാർഡോ ഡാവിഞ്ചി തൊട്ട് എല്ലാ ബക്കോസ്കി തൊട്ട് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഡേറ്റാബേസ് ഉണ്ട്. ഇമാജിൻ ദ കണക്ഷൻസ് ഇറ്റ് കൻ മേക്ക്. ക്രിയേറ്റിവിറ്റി എഐക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റൂലേ? ക്രിയേറ്റിവിറ്റി എടാ വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി എന്ന് ഒരു ഫണ്ടമെന്റൽ ചോദ്യം ഞാൻ വന്നല്ലേ. എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ്, എൻ്റെ ഇൻട്രസ്റ്റും എൻ്റെ പെർസ്യൂഡ് എനർജി കൊടുക്കുന്നിടത്ത് ഞാനിപ്പോ എനിക്ക് പീറ്റർ മിക്കിന്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ വീഡിയോസ് കാണാൻ ഒരു എഫേർട്ട് ഇടും, എനർജി ഇടും. എന്റെ ക്രിയേറ്റിവിറ്റി അപ്പം ഓബിയസ്ലി അവന്റെ കോണ്ടന്റിൽ നിന്ന് ഇൻസ്പയർഡ് ആവത്തില്ല. സിമ്പിൾ എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോ ABCD എന്നൊരു സംഭവം ഉണ്ട്. അത് എല്ലാരും ABCD എന്ന് വായിക്കുമ്പോ ഞാൻ എന്താ DCAB എന്ന് വായിച്ചുകൂടാ, അത് എന്താ ABCA എന്ന് വായിച്ചുകൂടാ. എന്ന് വെച്ചാൽ ഞാൻ ഒരു പുതിയ എനിക്ക് 5 സാധനം തന്നിട്ടുണ്ട്, ഞാൻ അതിനൊരു ഇതുവരെ കണക്ട് ചെയ്യാത്ത രീതിയിൽ കണക്ട് ചെയ്യുന്നു. പക്ഷെ ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള സാധനം കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. നീ കൺസ്യൂം ചെയ്യാത്ത X നീ കൺസ്യൂം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നീ ഒരു പർട്ടിക്കുലർ കളർ കണ്ടിട്ടില്ല, ആ കളർ കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. സത്യമല്ലേ? എടാ എന്നെ സംബന്ധിച്ച് എന്റെ വീഡിയോസ് കണ്ടിട്ട് പറയുക യുവർ കളേഴ്സ് സോ ക്രിയേറ്റീവ്. യൂട്യൂബ് ട്യൂട്ടോറിയൽ എടുത്ത കളേഴ്സാ. സത്യം സത്യം. ലൈക്ക് ക്രിയേറ്റിവിറ്റി ഈസ് ഓൾവേസ് ഇൻസ്പയർഡ് either from nature or from other talents. 90% we can't create something we didn't consume. അതെ, കൺസ്യൂം അല്ലെങ്കിൽ ഒരു സ്ലൈറ്റസ്റ്റ് ഓഫ് ഇംപ്രഷൻ ഇല്ലാത്തൊരു സാധനം നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സ്ലൈറ്റസ്റ്റ് ഓഫ് ഇംപ്രഷനിൽ നിന്ന് മോഡിഫൈ ചെയ്യുന്നതായിരിക്കും നല്ല ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ്. അവിടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിനക്ക് ഇത്രയും നോളജ് കിട്ടിയത്, നീ ഇപ്പൊ നിന്റെ വീഡിയോസ് ഇത്രയും ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നീ ഒരു ലെവൽ ഓഫ് അവന്റെ ക്രിയേഷൻ ഇവന്റെ കുറെ ക്രിയേഷൻസ് കൺസ്യൂം ചെയ്തു. ബട്ട് ഇമാജിൻ ദ ഡേറ്റാബേസ് ഓഫ് AI. He consumed the entire internet. And imagine the connections he can make. DCAB. അവിടെ ഒരു പ്രശ്നം വരും. What does the database AI is consumed is going on only one direction. എന്ന് വെച്ചാൽ AI-ന്റെ ഡേറ്റാബേസ് എല്ലാം ഒരു ഭയങ്കര ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ട്രെയിൻ ചെയ്ത എങ്ങനെ വരിക അതിന്റെ ന്യൂറൽ ലിങ്ക്സ് ഒക്കെ. That is going to be an issue. അതാ പറഞ്ഞ സ്ട്രോങ് റെഗുലേറ്ററി എത്തിക്സ് ഇല്ലാതെ വർക്കിംഗ് AI മോഡൽസ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അവരുടെ ഡേറ്റാബേസ് ട്രെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഓഫ്കോഴ്സ് ഏതൊരു ലെവലാണെങ്കിലും ഡേറ്റാബേസ് ട്രെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് കാണുമല്ലോ, അത് ഓറിയന്റഡ് ആയിരിക്കും AI ബിഹേവ് ചെയ്യുന്നത്. എടാ പക്ഷെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ചോദിക്കണം. എടാ ഞാൻ പുതിയതായിട്ട് ഒരു ട്രെൻഡ് കണ്ടാണ്, ഇപ്പൊ എല്ലാവരും AI കൊണ്ട് ഇപ്പൊ റിച്ച് ആവാൻ ശ്രമിക്കുക. ഫേസ്ലെസ് ചാനൽസ്, കണ്ടന്റ് ഓട്ടോമേഷൻ, ഈ ഒരു AI മോഡലിനെ ട്രെയിൻ ചെയ്യുന്നു നമ്മള്. എന്നുവെച്ചാൽ നിന്നെ ശ്രീവിഘ്നേശ പോലെ ഇരിക്കുന്ന AI മോഡലിനെ ട്രെയിൻ ചെയ്തു അവരെ കൊണ്ട് ഷോർട്സും അതും ഇതും ഒക്കെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് അടിച്ചു കൊടുക്കുന്നു. അതും AI വെച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, AI എന്നെ സംസാരിക്കുന്നു, AI എന്നെ വോയിസ് ഓവർ ചെയ്യുന്നു. എല്ലാം ശ്രീവിഘ്നേഷിന്റെ വോയിസിൽ. കണ്ട ആൾക്കാർക്ക് മനസ്സിലോരും ആവൂല AI ആണോ ശ്രീവിഘ്നേഷാണ്. നീ അതിലേക്ക് നോക്കിയിട്ടുണ്ടോടാ? ഞാൻ നോക്കിയിട്ട് ഫ്യൂച്ചറിൽ AI ശ്രീവിഘ്നേഷ് വീഡിയോസ് കാണാൻ പറ്റുമോ? സ്ക്രോൾ ചെയ്ത് ഞാൻ റിവ്യൂ ഇട്ട ഞാനല്ലേ. അതിൽ നിന്റെ ഒപ്പീനിയൻ എന്തുവാ? നീ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ പുതിയ ക്രിയേറ്റേഴ്സ് ട്രൈ ചെയ്യുന്നത്. എടാ ഇപ്പം മറ്റേ ഷാറുഖ് ഖാനോ ആരുടെയോ പുള്ളിയുടെ ബോഡി എല്ലാം ഭയങ്കര ഫുള്ളി സ്കാൻഡ് ആണ്. ലിറ്ററലി മറ്റേ ഏതോ ഒരു 350 ക്യാമറ ചുറ്റും വെച്ച് ഓരോ ഇതും സ്കാൻ ചെയ്ത് വെച്ചേക്കുക പുള്ളി. എന്ന് വെച്ചാൽ ചത്തുപോയാലും പുള്ളീനെ വെച്ച് സിനിമ ഇറക്കാൻ പറ്റും. അതിന്റെ റോയൽറ്റി പുള്ളിയുടെ ഫാമിലിക്ക് കിട്ടും.
മനസ്സിലായോ? എടാ ഇതൊക്കെ ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ലാസ്റ്റ് എ ലോങ്. കാരണം ഹ്യൂമാനിറ്റി വിൽ ത്രൈവ് ഇൻ ദ എൻഡ്. അതെ പറയ്. You believe in humanity. So you are not gonna pump AI videos. No, never. Always keeping it real. Yeah. Definitely. എനിക്ക് എന്റെ ടീം ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്. ഒരു 50K 100K അടിച്ചാൽ ഉറപ്പിട്ട് ഒരു എഡിറ്ററിനെയും ഒക്കെ ഹയർ ചെയ്യും. ഗൈസ് എഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ചീപ്പായിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ പയ്യനൊന്ന് മെയിൽ എന്റെ 10ന്റെ കാലത്തില് ഞാൻ മെയിൽ ഡ്രോപ്പ് ചെയ്തേക്കാം. So yeah, let's move on to the last question. What do you think smartphones are lacking these days? Smartphones are lacking these days. Smartphones are lacking these days. Smartphone technology is not improving these days. അങ്ങനെ എനിക്ക് വേണേ ഒരു ഇന്റർപ്രിട്ടേഷൻ തെറ്റില്ലാതെ പറയാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തെ, ശരി നീ ഒരു 10 വർഷം മുന്നേ ഉള്ള ഫോൺ നീ ഇമാജിൻ ചെയ്യും, എന്നിട്ട് ഒരു 5 വർഷം അത് കഴിഞ്ഞിട്ടുള്ള ഫോണിനെ ഇമാജിൻ ചെയ്യും. ഹ്യൂജ് ടെക്നോളജിക്കൽ ഡിഫറൻസ്. ഫ്രം യെല്ലോ ബ്ലാക്ക് സ്ക്രീൻ കീപാഡിന്ന് നമ്മൾ ടച്ച് സ്ക്രീൻ വരെത്തി. എന്നിട്ട് ഇപ്പോൾ ഉള്ള ചെയ്യുമ്പോ ആ ഒരു അത്രയും ഒരു ഡ്രാസ്റ്റിക് ഇന്നോവേഷൻ ഇല്ലാന്ന് തോന്നുന്നു. സത്യം. അമ്മേന്റെ എനിക്കിപ്പോ ഓർമ്മയുള്ള അമ്മ ആദ്യം എടുത്ത സ്മാർട്ട് ഫോൺ സാംസങ് ഗാലക്സി ഡുവോസ്. അത് ആ സമയത്ത് എടാ അച്ഛൻ നോക്കിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സാംസങ് ഗാലക്സി ഡുവോസ് she bought it for like 10,000 rupees. അതും ടച്ച് സ്ക്രീൻ, ക്യാമറ എല്ലാം. ടെമ്പിൾ റണ്ണൊക്കെ കളിച്ചപ്പോ മറ്റേ പാമ്പ് കളിച്ചോണ്ടിരുന്നതാണ്. പാമ്പ് കളിച്ച് പെട്ടെന്ന് ടെമ്പിൾ റണ്ണൊക്കെ കളിച്ചപ്പോ ഇപ്പോഴും പക്ഷെ റെലവെന്റ് ആയിട്ടുള്ള ഗെയിമാണ്. അതാ ഞാൻ പറഞ്ഞ പാമ്പ് വേണിന്ന് ടെമ്പിൾ റണ്ണായി, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ടെമ്പിൾ റൺ തന്നെ. ആ ഒരു സംഭവം. സ്മാർട്ട് ഫോൺസ് ആർ ലാക്കിംഗ്. എടാ എന്റെ ഒരു ഡ്രീം സ്മാർട്ട് ഫോൺ ഞാൻ പറയാം. അപ്പൊ അതിൽ നിന്നായിരിക്കും വാട്ട് സ്മാർട്ട് ഫോൺസ് ആർ ലാക്കിംഗ്. ഒന്നാമതെന്ന് പറയുമ്പോൾ ആ ഫോൺ ദാറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു റീചാർജ്. നൈസ് ആയിരിക്കത്തില്ലേ? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദാറ്റ്? യു നെവർ വോണ്ട് ടു റീചാർജ്. എന്റെ മെക്കാനിക്കൽ വാച്ച് ആലോചിച്ചാൽ മതി. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതെ, ഞാൻ എന്റെ മെക്കാനിക്കൽ വാച്ച് ബാറ്ററി മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുമല്ലോ. കയ്യിലിട്ടാൽ തന്നെ വൈൻഡ് ആവും, ഓട്ടോമാറ്റിക് വാച്ച്. അതേപോലൊരു സംഭവം സ്മാർട്ട് ഫോൺസിനുണ്ട്. യു ഡോണ്ട് ഹാവ് ടു ചാർജ്. ബ്രോ ദാറ്റ്സ് സം ഡീപ് ഷിറ്റ്. ഹൗ അതെങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും? നടക്കുന്നത് കൊണ്ടോ? പക്ഷെ മോസ്റ്റ് ഹ്യൂമൻസ് അങ്ങനെ നടക്കാറൊന്നുമില്ലല്ലേ. അവിടെ ഏതൊക്കെ ഒരു കമ്പനി ഉണ്ടല്ലോ ചെറിയ ന്യൂക്ലിയർ അറ്റോമിക് സാധനമൊക്കെ വെച്ച് 5 years വരെ ലാസ്റ്റ് ചെയ്യുന്ന ബാറ്ററി, അങ്ങനെ എന്തൊക്കെയോ ചെറിയ ന്യൂക്ലിയർ എനർജി ചെറിയ ബാറ്ററീസ്. ഫോണൊന്നല്ല, ഏതോ കമ്പനി ഡെവലപ്പ് ചെയ്ത് 5 years ലാസ്റ്റ് ചെയ്യുന്ന ബാറ്ററി. ചൈനീസ് കമ്പനി ഐ ബിലീവ്. അങ്ങനത്തെ ഒക്കെ ടെക്നോളജീസ് ഇനിയും വരും എന്ന് വിശ്വസിക്കുന്നു. എടാ ഡിസ്പ്ലേ ടെക്നോളജി എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർ കുറെ ഒരു ട്രാൻസ്പെറന്റ് സ്ക്രീനിലൊക്കെ വരും. വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ഹാവിംഗ് എ ട്രാൻസ്പെറന്റ് സ്ക്രീൻ ഇൻ യുവർ ഫോൺ? ട്രാൻസ്പെറന്റ് സ്ക്രീൻ എന്ന് വെച്ചാൽ ഒരു പീസ് ഓഫ് ഗ്ലാസ് മാത്രമായിരിക്കും നിങ്ങളുടെ ഫോൺ. അത് കുറെ പേര് ഐഡിയോളജി മറ്റേ റിയൽ സ്റ്റീൽ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കാണിക്കുന്നതിന്റെ കണക്ക്. വാട്ട് ഈസ് ദ പോയിന്റ്? സ്പീക്കേഴ്സ് ആർ ഗുഡ്. മറ്റു സംഭവമൊക്കെ ജോടാ മറ്റേ ഇവിടെ ഇങ്ങനെ അടിക്കുമ്പോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് അത് ഐ ബിലീവ് വരും. കാരണം ഒരു ഫോണും നമ്മുടെ തോട്ടും തമ്മിൽ കണക്ഷൻ വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു 50 years അഡ്വാൻസ് ഫ്രം ദിസ് നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പൊ ന്യൂറൽ ലിങ്കും ഒരു സ്മാർട്ട് ഫോണും തമ്മിൽ കണക്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും? ഐ മീൻ ന്യൂറൽ ലിങ്ക് ഉള്ളപ്പോ സ്മാർട്ട് ഫോൺസിന്റെ ആവശ്യം വരുമോ? എടാ ഒരു ഡിസ്പ്ലേ പോലെ. എടാ അങ്ങനല്ല, എടാ നിന്റെ ബ്രെയിൻ ഈ ന്യൂറൽ ലിങ്കിന്റെ ഈ ഡേറ്റാബേസ് എല്ലാം നിന്റെ ബ്രെയിൻ ആയിട്ട് കണക്റ്റഡ് ആണോ? പക്കായിട്ട് അറിയത്തില്ല, പക്ഷെ എനിക്ക് ന്യൂറൽ ലിങ്കിനകത്ത് ഐ സീറ്റ് സസ്പെൻഡ്. എന്തൊക്കെ പറഞ്ഞാലും ബ്രെയിൻ ഒരു ബയോളജിക്കൽ സാധനമാണ്. ആ ബ്രെയിനകത്ത് ട്രില്യൻസ് ഓഫ് ഡേറ്റാസ് എങ്ങനെയാണ് കണക്ട് ആവുന്നത്? എടാ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് എ മൂമെന്റ് ബിഫോർ ആൽഗോറിതം ജസ്റ്റ് ഫിഗർഡ് ഔട്ട് ദ ഹ്യൂമൻ ബ്രെയിൻ. ഇനി അത് ഫിസിക്കലിയും കൂടെ മാനിഫെസ്റ്റ് ചെയ്ത ആൻഡ് ആ മാനിഫെസ്റ്റേഷനില് ഈ ടെക്നോളജി ഉണ്ടാക്കുന്ന ആൾ എന്തെങ്കിലും ഒരു മാൽ ഫങ്ഷൻ ചെയ്ത മാൽഫങ്ഷൻ അല്ല, അവൻ നമ്മുടെ ന്യൂറൽ ലിങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റാബേസസ് അവന്റെ രീതിയിൽ കറപ്റ്റഡ് ആണെങ്കിലോ we literally become his product. അവൻ എന്ത് എടാ we literally become his product. That's some deep shit bro. എടാ നമുക്ക് എടാ ഇത് സ്ലോ സ്റ്റേജ്. ഇപ്പൊ ഫോണിൽ മറ്റേ ആൽഗോരിതം നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. ഇനി ഫോൺ തലേന്റെ അകത്ത് കയറ്റുമ്പോ
തലേന്റെ അകത്ത് ഇരുന്ന് നമ്മുടെ ലിറ്ററലി ബ്രെയിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് all this technology we developing ഇല്ലേ, all the technology ആ ഡെവലപ്പ് ചെയ്യുന്ന അവരുടെയൊക്കെ ഒരു ഈവിൾ ബാക്ക് കാണുമായിരിക്കും കേട്ടാ. ദേ ഡോണ്ട് സിംപ്ലി വോണ്ട് ടു ഗിവ് ഇറ്റ് അവേ. നീ ആലോചിച്ചു, നീ കഷ്ടപ്പെട്ടൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡു യു റിയലി വോണ്ട് ടു ഗിവ് ഇറ്റ് അവേ ഫോർ സം ഫ്രീ? ആൻഡ് ഡു യു തിങ്ക് വിൽ ദർ ബി someone who's going to let it give away for free, even though if you want to give it away for free? That's some deep shit, bro. എടാ ഞാൻ മറ്റേ ഇടയ്ക്ക് അവനെ കൊന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഈ ഒരുത്തം വെള്ളം കൊണ്ട് വണ്ടി ഓടിക്കാനൊക്കെ ഉള്ള ടെക്നോളജി കണ്ടുപിടിച്ച് അവനെ കൊന്നാണ്. അവ അടുത്ത ദിവസം കൊന്നില്ല, മിസ്സിംഗ് ആയി ന്യൂസ് പേപ്പറില്. മിസ്സിംഗ് അത് 3 പ്രാവശ്യം സംഭവിച്ചു. മിസ്സിംഗ്. അപ്പൊ നീ ആലോചിച്ചു, നീ പുതിയ ടെക്നോളജി കണ്ടുപിടിച്ച് മിസ്സിംഗ് ആയി അടുത്ത ദിവസം. ഇത് എന്തൊക്കെയോ മാത്രമല്ല, അവന്റെ പ്രൊഡക്റ്റ് മിസ്സിംഗ് ആണ്. അല്ലല്ല, അത് കത്തിപ്പോയി. അവന്റെ അൺനാച്ചുറൽ സർക്കംസ്റ്റാൻസസ് കാരണം അവന്റെ ഫാക്ടറി കത്തിപ്പോയി. അതാ ഞാൻ പറഞ്ഞേ, there will be some villain whatsoever. എടാ ഇത് ആക്ച്വലി ഭയങ്കര പേടിയാവും. എനിക്ക് ഡാർക്ക് ആയിട്ട് തോന്നടാ. I don't think this podcast will be this dark and intriguing. ഇത്തിരി എടാ സ്മാർട്ട് ഫോൺസിന്റെ കോൺസെപ്റ്റ് ഇപ്പൊ ന്യൂറലിങ്ക് ഒരു സംഭവം വന്നു. ഇപ്പൊ എനിക്ക് തലേൻ്റെ അകത്ത് തന്നെ കോൾസ് റീകഗ്നേഷൻ, ഇപ്പൊ എനിക്ക് ബ്രെയിൻ്റെ അകത്ത് തന്നെ സ്പീക്കറും എല്ലാം ഉണ്ട്. ഇപ്പൊ എനിക്ക് ബ്രെയിൻ ടു ബ്രെയിൻ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആലോചിച്ച് കോൾസ് റീകഗ്നേഷൻ നമുക്ക് ബ്രെയിനില്. എടാ ഇതെല്ലാം ഒരു ജസ്റ്റിഫൈഡ് മാനറിൽ ഒരിക്കലും നടക്കത്തില്ല. ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ അല്ലേ ഒരാളുടെ ഒരു സെൽഫ് ഈഗോ എവിടെയെങ്കിലുമൊക്കെ റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ക്രിയേറ്ററിന് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സെൽഫ് ഐഡിയോളജി ഉണ്ടല്ലോ. ആ ഐഡിയോളജി എന്തായാലും അവന്റെ പ്രൊഡക്റ്റ് റിഫ്ലക്ട് ചെയ്യത്തില്ലേ? ഞാൻ കേട്ടതെന്ന് വെച്ചാൽ AI ഇങ്ങനെ ഓരോ മോഡൽസ് ഉണ്ടാവും. അങ്ങനെ വെച്ചാൽ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ട്രെയിൻഡ് ആയിട്ട് അതിന്റെ പാസ്റ്റ് റിസർച്ചും അതിന്റെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന പ്രഡിക്ഷൻസും അതിന്റെ എല്ലാ ഡേറ്റേന്റെയും സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ ChatGPT എന്ന് വെച്ചാൽ ജനറലിസ്റ്റ് അല്ലേ. മറ്റേ ഇപ്പൊ ടെക് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി, ഇതിനെല്ലാത്തിനും ഒരു സ്പെഷ്യലിസ്റ്റ് ബോട്ട് കാണും. മനസ്സിലായോ? ട്രെയിൻഡ് AI മോഡൽ. ഈ ജനറൽ ലൈക്ക് ദേ കോൾ ഇറ്റ് ജനറൽ ഓർ സംതിങ്. ഇവന്മാരെല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ബോട്ടായാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. എടാ നമ്മളൊരു എനിക്ക് ഇങ്ങനെ നീ ഞാൻ ഇന്നലെ കണ്ടപ്പോ ഒരു കോണി, ഞാൻ ഇന്നലെ ChatGPT അടുത്ത് നമ്മൾ പറയാം പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നീ എന്തെങ്കിലും നോക്കിയിട്ട് പറഞ്ഞോന്ന്. ഞാൻ ChatGPT അടുത്ത് വാട്ട് ആർ ദ ജോബ്സ് AI can replace and what will be the thriving, അവൻ ആദ്യമേ കൊണ്ടുവന്നേ വർക്ക്